ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാല്യുവേഷൻ അടുത്തൊരു ദിവസത്തായിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്താണ്, പിന്നെ ക്വാണ്ടിറ്റി സർവേയിങ്ങിലെ കുറച്ച് തിയറി പോർഷൻസും പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റി സർവേയിങ് Quantity surveying is a term or process used in construction industry to take measurements of civil work, prepare specification, and estimate the cost of work either for each trade of work or for the whole project. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുവാണ്. അപ്പോൾ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാകണം. ഒരു പ്ലോട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ പ്ലോട്ടിന് അനുയോജ്യമായ ഒരു പ്ലാൻ നമ്മൾ വരയ്ക്കും. ആ പ്ലോട്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സും പ്ലോട്ടും എങ്ങനെയാണോ അതേ കണക്ക് നമ്മളൊരു ബിൽഡിംഗ് പ്ലാൻ വരയ്ക്കും. ആ പ്ലാൻ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഓരോ റൂമിൻ്റെ ഡയമെൻഷനും അതേ കണക്ക് അതിൻ്റെ ബൗണ്ടറി എന്നുള്ള ഡിസ്റ്റൻസും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടായിരിക്കണം. സോ അതാണ് ഈ ഫസ്റ്റ് പറയുന്നത്, ടു ടേക്ക് മെഷർമെൻറ്റ് ഓഫ് സിവിൽ വർക്ക്. പിന്നെ രണ്ടാമത് പറയുന്നതാണ് സ്പെസിഫിക്കേഷൻസ്. സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ കൺസ്ട്രക്ഷൻ പാർട്സും ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രിക്ക് വർക്ക് എടുക്കുവാണ്. ബ്രിക്ക് വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ വെദർ ഇറ്റ് ഈസ് സിമെൻറ്റ് ബ്ലോക്ക്, ഹോളോ ബ്ലോക്സ് ഓർ ക്ലേ ബ്രിക്സ്, അപ്പോൾ ഏത് ടൈപ്പ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബ്രിക്കിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, ആ ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്പെസിഫിക്കേഷൻസിനകത്ത് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് സ്പെസിഫിക്കേഷൻസിൽ വരുന്നത്. ഇപ്പോൾ അതേ കണക്ക് തന്നെ ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് FE 500 ഓർ FE 500 ഡിഫോംഡ് ബാർസ് ഓർ FE 415 അല്ലെങ്കിൽ FE 415D ഡിഫോംഡ് ബാർസ്, അങ്ങനെ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ സ്പെസിഫിക്കേഷൻസിനകത്ത് പറയുന്നത്. ഇനി അടുത്തതാണ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഈ വീട് വെക്കാനായിട്ട് എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും, അതാണ് എസ്റ്റിമേറ്റിനകത്ത് പറയുന്നത്. ഈ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ ഹോൾ പ്രോജക്റ്റിന്റെ ഫുൾ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം, ഇല്ലെങ്കിൽ ഓരോ വർക്കിന്റെ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം. ഓരോ വർക്കിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്. ചിലപ്പോൾ ഈ പ്ലോട്ട് ലെവൽഡ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ പ്ലോട്ട് ലെവൽ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു വാല്യൂ പറയാം. അതിനുശേഷം എന്തായിരിക്കും, ഫൗണ്ടേഷന് വേണ്ടി ട്രെഞ്ച് എടുക്കുമായിരിക്കും, എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും ഫോർ ഫൗണ്ടേഷൻ. അതിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആയിട്ട് പറയാം. അങ്ങനെ ഒന്നുകിൽ നമുക്ക് ഹോൾ പ്രോജക്റ്റിന് ഇത്ര എമൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിനും ഇത്ര എമൗണ്ട് ആണ് എസ്റ്റിമേറ്റഡ് എമൗണ്ട് എന്ന് പറയാം. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു, മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്, പ്രിപ്പയർ സ്പെസിഫിക്കേഷൻ and estimate the cost of work either for each trade of work or for the whole project. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ വരുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്, പ്രിപ്പയർ സ്പെസിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് PSC എക്സാംസിന് ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, which of this is not included in quantity surveying? Option A specification, option B measurement of civil work, option C estimate, option 4 എന്ന് പറഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കാം. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്, which of the following is not included in quantity surveying. അപ്പോൾ ഓപ്ഷൻ എ മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്, ഓപ്ഷൻ ബി പ്രിപ്പയർ സ്പെസിഫിക്കേഷൻ, ഓപ്ഷൻ സി എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക്, പിന്നെ ഓപ്ഷൻ 4 എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി തരാം. അപ്പോൾ നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും അതിനകത്തുനിന്ന് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഡെവലപ്പ് ചെയ്ത് പഠിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കുറേ തിയറി ഇങ്ങനെ പഠിച്ചു വെക്കും. തിയറി പഠിച്ചു വെച്ചിട്ട് ഇതിനകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയാണ്ട് വരും. അപ്പോൾ നമ്മൾ ഏത് തിയറി പോർഷൻ പഠിച്ചാലും അതിനകത്തുനിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ള രീതി ഒന്ന് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു ക്വസ്റ്റ്യന് പ്രോബബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിനകത്ത് വരാത്തത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ.
ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ ഓവർസിയർ പോലുള്ള എക്സാംസിനൊക്കെ ഇത്രയും സിമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസിനകത്തുനിന്ന് 4 ഒരേ രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും തരുന്നത്. ഇപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓഡ് വൺ ആയിട്ട് മറ്റേത് മാറ്റാൻ പറ്റുള്ളൂ. ഇന്ന് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഈ ലെക്ചേഴ്സിനകത്ത് ഇന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് എന്നൊക്കെ ഉള്ളത്. സോ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. നമുക്ക് 2 പ്രിൻസിപ്പിൾ ആണ് ഉള്ളത്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ the quantity of each individual item is worked out from the respective dimensions on the drawings of structure. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം നമ്മുടെ ബിൽഡിങ്ങിന്, എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തറിയാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു എം ക്യൂബിൽ 500 ബ്രിക്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു എം ക്യൂബ് ബ്രിക്ക് വാളിൽ 500 നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിലെ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണമെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ 500 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്ലേ ബ്രിക്സ് ആണ് കേട്ടോ, ഓഫ് ഡയമെൻഷൻ 19/9/9. അപ്പോൾ ഈ ഡയമെൻഷനിലുള്ള ബ്രിക്സ് ഒരു എം ക്യൂബിൽ 500 നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ബിൽഡിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്ലേ ബ്രിക്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും അത് എടുക്കുന്നത്? ഇവിടെ ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, ഈ 3 കാര്യങ്ങൾ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വോളിയം ആണ് അവിടെ വോൾ ഉള്ളതെന്ന് മനസ്സിലാവും, എത്ര എം ക്യൂബ് അവിടെ വോൾ ഉണ്ടെന്ന് മനസ്സിലാവും. അതേ ഇൻറ്റു ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈറ്റിന് അത് കൊടുത്തിട്ടില്ല, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 4.5 എം ക്യൂബ് ആണ് വോളിൻ്റെ വോളിയം കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 4.5 ഇൻറ്റു 500 ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം ഈ പെർട്ടിക്കുലർ ബിൽഡിങ്ങിനെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് വർക്ക് ഈസ് വർക്ക്ഡ് ഔട്ട് ഫ്രം ദ റെസ്പെക്റ്റീവ് ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ്സ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇത് നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ബിൽഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം, പ്ലാനും അതിൻ്റെ സെക്ഷനും ഉണ്ടായിരിക്കണം. ബിൽഡിങ്ങിൻ്റെ പ്ലാനും അതിൻ്റെ ഹൈറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ക്വാണ്ടിറ്റീസ് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് കണക്ക് നമുക്ക് ഓരോ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എത്ര എം ക്യൂബ് വോൾ കോൺക്രീറ്റ് ഉണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും ഇത് കണക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് റൂഫ് കോൺക്രീറ്റിംഗ് എടുക്കാം, റൂഫ് സ്ലാബ്. അപ്പോൾ റൂഫ് സ്ലാബിന് എന്തുണ്ടാകും? റൂഫ് സ്ലാബിനും ഒരു ലെങ്ത് ഉണ്ടാകും, ഒരു ഹൈറ്റ് ഉണ്ടാകും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാകും. 3 ഡയമെൻഷനായിട്ട് വരയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര എം ക്യൂബ് കോൺക്രീറ്റ് വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ഈ വോളിയം ഓഫ് കോൺക്രീറ്റിൽ നിന്ന് സിമെൻറ്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വരുന്ന ലെക്ചേഴ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലായിരിക്കും അത് പഠിക്കുന്നത്, ഇന്ന് പഠിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിൽ നിന്ന് നമുക്ക് ഓരോ ക്വാണ്ടിറ്റീസും അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ. The quantity of each individual item of work is worked out from the respective dimensions on the drawing of structure. The second principle നോക്കിക്കേ, each quantity of item is multiplied with rate will give the cost of item. ഇപ്പോൾ നമ്മൾ ഈ ബ്രിക്ക് വർക്കിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ബിൽഡിങ്ങിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4.5 എം ക്യൂബ് കിട്ടി. അവിടുന്ന് എത്ര ബ്രിക്ക് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 4.5 ഇൻറ്റു 500 ചെയ്തു. അപ്പോൾ 4.5 ഇൻറ്റു 500 ചെയ്യുമ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് നമ്പർ ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4.5 ഇൻറ്റു 500 ചെയ്യുമ്പോൾ നമുക്ക് 2250 കിട്ടും. 2250 നമ്പർ ഓഫ് ബ്രിക്സ് കിട്ടും. ഇനി നമുക്കപ്പോൾ ബ്രിക്സിന് എത്ര രൂപ ചിലവാകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു ബ്രിക്കിൻ്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ, ഇപ്പോൾ ഒരു ബ്രിക്കിന് നമുക്കൊരു 35 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഫോർ ബ്രിക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് കിട്ടി, അതേ ഇൻറ്റു 35 ചെയ്താൽ മതി. അപ്പോൾ അത് ഇൻറ്റു 35 ചെയ്യുമ്പോൾ നമുക്ക് 78,750 കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 78,750 റുപ്പീസ്.
അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് ബ്രിക്ക് മേടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് 78,750 റുപ്പീസ് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിനുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് വർക്ക് ഈസ് വർക്ക്ഡ് ഔട്ട് ഫ്രം ദ റെസ്പെക്റ്റീവ് ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ് of structure. Second പറയുന്നത് each quantity of item is multiplied with the rate will give the cost of item. So ഇതും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. Which of this is included in the principle, which of the following is a basic principle of quantity surveying? എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് തരും. അത് ചിലപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. നെക്സ്റ്റ് ആണ് എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ബിൽഡിങ്ങിന് എത്ര രൂപ ചെലവാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. An estimate is the computation of quantities required and expenditure likely to be incurred in the construction of a work. അപ്പോൾ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാകണം? നമുക്ക് ക്വാണ്ടിറ്റീസ് റിക്വയർഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ലൈക്ലി ടു ബി ഇൻകേർഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ വർക്ക്. ഇപ്പം ഞാൻ നേരത്തെ ബ്രിക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമുക്ക് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതിനകത്ത് ഒരു ബ്രിക്കിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രിക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവാകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ വർക്കിൻ്റെയും എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പേർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഒരു എസ്റ്റിമേറ്റിൻ്റെ പേർപ്പസ്? ഇനി ഫസ്റ്റ് പോയിന്റ് ആണ് to ascertain the necessary amount of money required by the owner to complete the proposed work. പിന്നെ for public construction work, estimates are required in order to obtain administrative approval, allotment of fund and technical sanction. അപ്പോൾ ഫസ്റ്റ് പറയുന്ന പേർപ്പസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുവാണ്. അപ്പോൾ ഞാൻ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന് എത്ര രൂപ ചിലവാകും എന്ന് എനിക്ക് നേരത്തെ അറിയണം. എൻ്റെ കയ്യിലുള്ള എമൗണ്ട് മാത്രം വെച്ചിട്ട് എനിക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസന്റ് മാർക്കറ്റ് റേറ്റ് ഒക്കെ അനുസരിച്ച് എനിക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള പ്ലാൻ വെച്ച് എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര രൂപ ചിലവാകും എന്നറിയണം. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറയുന്ന എസ്റ്റിമേറ്റിന്റെ ഫംഗ്ഷൻ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചിലവാകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ പേർപ്പസ്. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ നിയർ ബൈ കൺസേൺഡ് അതോറിറ്റി, ഒന്നുകിൽ കോർപ്പറേഷനിൽ നിന്നാകാം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നാകാം. അപ്പോൾ ഒരു ഗവൺമെൻറ് അതോറിറ്റിയുടെ പെർമിഷൻ നമുക്ക് വേണം. അല്ലാണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ടെന്നും പറഞ്ഞ് അവിടെ ഉടനെ കൊണ്ടുപോയി വീട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലാൻ കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ ചില കേസിൽ നമുക്ക് എസ്റ്റിമേറ്റും കൂടി എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. എസ്റ്റിമേറ്റിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ചിലവാകും എന്നറിയണം. അതേ കണക്ക് തന്നെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയിട്ട് കൺസേൺഡ് അതോറിറ്റിയുടെ നിന്ന് സാങ്ഷൻ വാങ്ങണമെങ്കിലും നമുക്ക് പ്ലാനും എസ്റ്റിമേറ്റും വേണം. ഈ സെക്കൻഡ് പോയിന്റ് ആണ് ടു കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് എന്തായിരുന്നു, നമുക്ക് ഓരോ ബിൽഡിങ്ങിന്റെ ഓരോ പാർട്സിന്റെയും എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു. പിന്നെ കോൺക്രീറ്റ് എത്ര m³ കോൺക്രീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഓരോ ഐറ്റവും എത്ര എമൗണ്ട് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എസ്റ്റിമേറ്റ് വേണം. ഇനി തേർഡ് പോയിന്റ് ആണ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. ഇപ്പോൾ
ഓരോ വർക്ക് കഴിയും തോറും നമുക്ക് അടുത്ത വർക്ക് ഏതാണ് എന്ന് നമുക്ക് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും. എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കോൺക്രീറ്റിംഗ് ആയിരിക്കും. ഫൗണ്ടേഷൻ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് അല്ല, ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബ്രിക്ക് വർക്ക് ആയിരിക്കും. ബ്രിക്ക് വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത റൂഫ് കോൺക്രീറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ റൂഫ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചിലപ്പോൾ 2 സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത സ്റ്റോറി കൺസ്ട്രക്ഷൻ നടക്കും. ഇപ്പോൾ അടുത്ത സ്റ്റോറിയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ കൂടെ പാരലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വർക്കിൻ്റെ ഫിനിഷിങ്ങോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ വർക്ക് കഴിയും തോറും നമുക്ക് അടുത്ത വർക്ക് എന്താണ്, അതിന് നമുക്ക് എത്ര എംപ്ലോയീസ് വേണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലേക്ക് നടത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഓരോ വർക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എസ്റ്റിമേറ്റ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർക്കും എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്കേഴ്സിനെയും കൂടി നമ്മുടെ വർക്കിലേക്ക്, നമുക്ക് വേണ്ട വർക്കേഴ്സിനെയും കൂടി നമ്മുടെ വർക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ പറയുന്നത്, ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് that are to be employed in the construction work within the scheduled time of completion. ഇനി പറയുന്ന പോയിന്റ് ആണ് to assess the requirement of tools and equipment required to complete the work according to the program. അപ്പോൾ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് കോൺക്രീറ്റിങ്ങിന് നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഹാൻഡ് മിക്സിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ മിക്സിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് ആ പറയുന്ന പോയിന്റ്, റിക്വയർമെന്റ്സ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പോൾ ഓരോ വർക്ക് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചാലേ അതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഹയർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്ന പോയിന്റ് ആണ് ടു ഫിക്സ് അപ്പ് ദ കംപ്ലീഷൻ പീരീഡ്. നമുക്കൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മന്ത്സ് വേണം അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് വേണമെന്നൊക്കെ അറിയണമെങ്കിലും നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, ടു ഇൻവൈറ്റ് ടെൻഡേഴ്സ്. ഒരു വർക്ക് ചെയ്യാൻ ഇത്ര എമൗണ്ട് ചിലവാകുന്ന എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ടെൻഡർ വിളിക്കുന്നത്. എന്നാൽ മാത്രമേ ഒരു ഫിക്സഡ് ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരുപാട് കൂടിയ എമൗണ്ട് കോട്ട് ചെയ്ത് നിർക്കുന്നു, നമ്മൾ ആ ടെൻഡർ കൊടുക്കില്ല. അപ്പോൾ ഒരു ക്ലയന്റിന് തൻ്റെ വർക്ക് ചെയ്യാൻ എത്ര എമൗണ്ട് ആകും എന്ന് നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും എസ്റ്റിമേറ്റ് എടുത്ത് കഴിയുമ്പോൾ. എന്നിട്ടായിരിക്കും നമ്മൾ ആ വർക്ക് പുറത്തേക്ക് ടെൻഡറിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി വലിയൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഒരു ക്ലയന്റ് അദ്ദേഹത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എമൗണ്ട് ആകും എന്നൊരു എസ്റ്റിമേറ്റ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പോയിന്റ്സ് ഒന്നും കൂടി വായിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. Purpose of estimate. ഫസ്റ്റ് പറയുന്നതാണ് നെസസറി എമൗണ്ട് ഓഫ് മണി. നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് എത്ര എമൗണ്ട് ചിലവാകും എന്നറിയാനാണ് ഫസ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത്. ഒരു വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര രൂപ ചിലവാകും, അതാണ് പറയുന്നത് ഫസ്റ്റ് പേർപ്പസ്. അതിനകത്ത് തന്നെ പറയുന്നതാണ് നമുക്ക് ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസേൺഡ് അതോറിറ്റിയുടെ നിന്ന് പെർമിഷൻ വാങ്ങണം. അപ്പോൾ അത് പഞ്ചായത്തോ കോർപ്പറേഷനോ എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയോ, അപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡിയിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. ആ പെർമിഷൻ കിട്ടണമെങ്കിലും നമ്മുടെ പ്ലാനും എസ്റ്റിമേറ്റും അവർക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ പറയുന്ന സെക്കൻഡ് പോയിന്റ് ആണ് നമുക്ക് നമ്മുടെ വർക്കിന് എത്ര ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് വേണം. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം, എത്ര m³ കോൺക്രീറ്റ് വേണം, എത്ര m³ കോൺക്രീറ്റ് വേണമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാഗ് സിമെന്റ് വേണം, എത്ര ബാഗ് ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര ബാഗ് കോഴ്സ് അഗ്രിഗേറ്റ് വേണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന പോയിന്റ് ആണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വർക്കേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ദിവസം എത്ര നമ്പർ ഓഫ് മേസൺസ് വേണം, ഇത്ര നമ്പർ ഓഫ് കൂലീസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് എടുത്ത് വെക്കണം. ഇപ്പോൾ ഒരു m³ വർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇത്ര മേസൺസും ഇത്ര കൂലീസും ഇത്ര ഹെൽപ്പേഴ്സും വേണം എന്നൊക്കെ നേരത്തെ ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ എസ്റ്റിമേറ്റ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്ന പോയിന്റ് ആണ് റിക്വയർമെന്റ്സ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇപ്പോൾ പല വർക്ക്സും നമ്മൾ മെക്കനൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കോൺക്രീറ്റിംഗ് വർക്കൊക്കെ മെക്കനൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. മെഷീൻ മിക്സിംഗ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാൻസിറ്റ് മിക്സറിൽ കൂടി പംപ്ഡ് കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റിനകത്ത് എടുത്തു വെച്ചാൽ മാത്രമേ ഓരോ വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതോറും നമുക്ക് അവരെ ഹയർ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ പറയുന്നതാണ് ടു ഫിക്സ് അപ്പ് ദ കംപ്ലീഷൻ പീരീഡ്. ഒരു വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നാളെടുക്കും എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എസ്റ്റിമേറ്റ് വേണം. ആൻഡ് ലാസ്റ്റ് വൺ, ടു ഇൻവൈറ്റ് ടെൻഡേഴ്സ്. സോ നെക്സ്റ്റ് വൺ ആണ് ഡേറ്റ ഫോർ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിന്റെ കയ്യിൽ എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടാകണം? ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് ഡ്രോയിങ്, സെക്കൻഡ് വൺ സ്പെസിഫിക്കേഷൻ, ആൻഡ് തേർഡ് വൺ റേറ്റ്സ്. ഇപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും? ഫോർത്ത് വൺ വേറെ സാധനം കൂടി തരും. അപ്പോൾ ഇതിനകത്ത് വിച്ച് വൺ ഓഫ് ദിസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ പ്രിപ്പയറിംഗ് ആൻ എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദിസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ പ്രിപ്പയറിംഗ് ദ ഡേറ്റ ഫോർ എസ്റ്റിമേറ്റ്, അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ നമുക്ക് എന്തൊക്കെ വേണം? ഡ്രോയിങ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ പ്ലാനും സെക്ഷനും ഒക്കെ. സെക്കൻഡ് പറയുന്നതാണ് സ്പെസിഫിക്കേഷൻ, തേർഡ് വൺ ആണ് റേറ്റ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടത്. സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് ഫസ്റ്റ് വൺ പ്രിലിമിനറി എസ്റ്റിമേറ്റ് or approximate estimate or rough cost estimate. Second പറയുന്നതാണ് detailed estimate or item rate estimate. Third one ആണ് revised estimate. Fourth one supplementary estimate. Fifth one supplementary and revised estimate. Sixth one annual repair or maintenance estimates. So ഈ 6 estimates ആണ് നമുക്ക് different types of estimatesനകത്ത് വരുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ പേരിനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും അത് എന്ത് ടൈപ്പ് എസ്റ്റിമേറ്റ് ആണെന്ന്. അപ്പോൾ ഈ എസ്റ്റിമേറ്റിനകത്ത് എന്താണ്? ജസ്റ്റ് ഒരു റഫ് എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നും നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് നിന്ന് കിട്ടത്തില്ല. ജസ്റ്റ് ഒരു റഫ് ഐഡിയ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പോളിസി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ ദ കോമ്പീറ്റന്റ് അതോറിറ്റി. കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് വെച്ചാൽ ക്ലയന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ പോകുവാണെങ്കിൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അടുത്തുള്ളൊരു കോൺട്രാക്ട് എടുത്ത് ചോദിക്കും, എനിക്കൊരു 250 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എനിക്കൊരു 1500 സ്ക്വയർ ഫീറ്റിലെ വീട് വെക്കണം, എത്ര രൂപ ചെലവാകും എന്നൊരു കോൺട്രാക്ട് എടുത്ത് ഒരു എഞ്ചിനീയർ ചോദിക്കുവാണ്. അപ്പോൾ എഞ്ചിനീയർ പറയുകയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ ചെലവാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റഫ് എമൗണ്ട് പറയുമല്ലോ, ആ എമൗണ്ട് പറയുന്നതൊക്കെയാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് പറയുന്നത്. അത് എക്സാക്ട് എമൗണ്ട് ആയിരിക്കില്ല, അതിനകത്ത് നിന്ന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും റിയൽ വർക്കിനകത്ത്. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റഫ് എമൗണ്ട് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അപ്പോൾ ആ ക്ലയന്റിന്റെ കയ്യിൽ അത് ചെയ്യാൻ, ആ വർക്ക് പ്രൊസീഡ് അല്ലെങ്കിൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ, അത് കണക്ക് തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് പറയുവാണ് ഇത്ര എമൗണ്ട് ആണ് ഈ വർക്കിന് ചെലവാകുന്നത് എന്ന് പറയുവാണ്. എന്നാൽ മാത്രമേ ചിലപ്പോൾ ക്ലയന്റ് സമ്മതിക്കുകയുള്ളൂ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ ദ കോമ്പീറ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. സോ പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ ഇനി നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതാണ് plinth on basis of plinth area basis, cube rate basis, approximate quantity method estimate. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്ലിന്ത് ഏരിയ ബേസിസ്, ക്യൂബിക് കണ്ടന്റ് ബേസിസ്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്. ഞാനത് ഫസ്റ്റ് പറയുന്നതാണ് പ്ലിന്ത് ഏരിയ ബേസിസ്. പ്ലിന്ത് ഏരിയ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ പ്ലിന്തിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഏരിയ കിട്ടും, m² ഒരു ഏരിയ കിട്ടും. എന്നിട്ട് ഒരു m² കൺസ്ട്രക്ഷന് നമുക്ക് ഇത്ര രൂപയാണെന്ന് പറയും. ഒരു m² കൺസ്ട്രക്ഷന് 1800 റുപ്പീസ്. അപ്പോൾ നമുക്ക് എത്ര പ്ലിന്ത് ഏരിയ ഉണ്ടോ അതേ മൾട്ടിപ്ലൈഡ് ബൈ, ഇപ്പോൾ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തപ്പോൾ നമുക്കൊരു 150 m² കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു m² കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് 1800. സോ പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറയുമ്പോൾ 150 × 1800. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു റഫ് ഐഡിയ മാത്രമായിരിക്കും കിട്ടുന്നത്. നമുക്ക് എക്സാക്ട് ആക്യുറേറ്റ് എമൗണ്ട് കിട്ടില്ല.
എന്നുവെച്ചാൽ നമുക്ക് ബിൽഡിങ്സിൻ്റെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ മാർബിൾ ഫ്ലോറിംഗ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വില കൂടിയ ടൈൽസ് ഒക്കെയാണ് നമ്മുടെ ബിൽഡിങ്സിന് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ കോസ്റ്റ് അതേ കണക്ക് വേരി ചെയ്യും. അപ്പോൾ പ്ലിന്ത് ഏരിയ ബേസിസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ ഇൻറ്റു റേറ്റ്. Finding the plinth area of the building and multiplying the plinth area rate. Plinth എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ലെവലിൻ്റെ ഏരിയ, അതാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം, ക്യൂബിക് കണ്ടന്റ് ബേസിസ്. ക്യൂബിക് കണ്ടന്റ് ബേസിസ് എന്ന് വെച്ചാൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ 3 ബിൽഡിങ്ങിൻ്റെ ലെങ്ത് ഇൻറ്റു ബിൽഡിങ്ങിൻ്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ നേരത്തെ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് പറഞ്ഞു. ഇവിടെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ വോളിയം പറയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, വോളിയം. അപ്പോൾ നമുക്ക് ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് എന്തുണ്ടാവും, നമുക്കൊരു റേറ്റ് പറയുന്നുണ്ടാവും. റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2000 റുപ്പീസ് എടുക്കുക. അപ്പോൾ നമ്മുടെ ബിൽഡിങ് എത്ര എം ക്യൂബ് ഉണ്ട്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതേ ഇൻറ്റു റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ക്യൂബിക് കണ്ടന്റിലുള്ള എസ്റ്റിമേറ്റ് കിട്ടും. ഇനി ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൻ്റെ ഏരിയ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ പ്ലിന്ത് ഏരിയ എടുത്തില്ലേ, അതെ സെയിം സാധനം തന്നെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലിന്ത് ഏരിയ. ഇനി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ റൂഫ് ടോപ്പ് വരെ, റൂഫ് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ റൂഫ് ടോപ്പ് വരെയാണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എടുക്കുന്നത്. ലെങ്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഹൈറ്റ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ്. ഇനി ഇവിടെ നമുക്ക് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ നമ്മൾ എന്തുകൂടി കൺസ്ട്രക്ട് ചെയ്യും, പാരപ്പറ്റും കൂടി കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ പാരപ്പറ്റും കൂടി കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ പാരപ്പറ്റിൻ്റെ ഹാഫ് വരെയുള്ള ഹൈറ്റ് ആണ് നമ്മൾ ക്യൂബിക് കണ്ടന്റിൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ ക്യൂബിക് കണ്ടന്റ് ബേസിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഈ എൽ ഇൻറ്റു ബി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്ലിന്ത് ഏരിയ എടുത്ത് അതേ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഇനി ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കേർവ്ഡ് റൂഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ടോപ്പും അല്ലെ റൂഫിൻ്റെ ടോപ്പ് മുതൽ ഗ്രൗണ്ട് ലെവലിലുള്ള ഹൈറ്റ്. ഇനി ഫ്ലാറ്റ് റൂഫ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്തിട്ട് വരും, ഇതിന് മുകളിൽ നമുക്കൊരു പാരപ്പറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മുതൽ പാരപ്പറ്റിൻ്റെ ഹാഫ് വരെയുള്ള ഹൈറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈറ്റ് എടുക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ പാരപ്പറ്റിൻ്റെ ഹാഫ് ഹൈറ്റ് വരെ ആയിരിക്കണം എടുക്കേണ്ടത്. ഇനിയിപ്പോൾ പാരപ്പറ്റ് ഇല്ലാത്ത റൂഫ് ആണെങ്കിൽ റൂഫ് ടോപ്പ് വരെ. ഇപ്പോൾ സ്ലോപ്ഡ് റൂഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാരപ്പറ്റ് വരില്ല. അവിടെ എന്തെടുത്താൽ മതി, ഗ്രൗണ്ട് ഫ്ലോർ മുതൽ താണ്ടേ ഈ ടോപ്പ് വരെ എടുത്താൽ മതി, കൂരയുടെ ടോപ്പ് വരെ ഒന്നും എടുക്കണ്ട. സോ ഇനി നമുക്കൊരു മെത്തേഡും കൂടെ ഉണ്ട് പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കോമ്പൗണ്ട് വാൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നത് പെർ മീറ്റർ ലെങ്തിലായിരിക്കും. അതായത് ഇപ്പോൾ ഈ കോമ്പൗണ്ട് വാൾ ഒരു 30 meters ഉണ്ടെന്ന് വിചാരിക്കാം. 30 meters. ഈ 30 meter ലെങ്തിൽ കോമ്പൗണ്ട് വാൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ 1 meter ലെങ്തിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉള്ള റേറ്റ് പറയും. ഇപ്പോൾ 1 meter ലെങ്ത് വാൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു 600 rupees എന്ന് വെച്ചാൽ ഈ 600 rupees എന്ന് വെച്ചാൽ ലേബർ ചാർജ്, മെറ്റീരിയൽ ചാർജ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ പറയുന്നത്. അപ്പോൾ ലേബർ ചാർജ്, മെറ്റീരിയൽ ചാർജ്, പിന്നെ എന്തെങ്കിലും ഹയറിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്സിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ഈ റേറ്റ് പറയുന്നത്. അപ്പോൾ 1 meter ലെങ്തിൽ വാൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ 600 rupees. അപ്പോൾ 30 meter ലെങ്തിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, 30 × 600. അപ്പോൾ എന്ത് വരും,
18,000 rupees. അപ്പോൾ ഇങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ റണ്ണിംഗ് മീറ്റേഴ്സ് ആൻഡ് ദ ടോട്ടൽ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് പെർ റണ്ണിംഗ് മീറ്റേഴ്സ്. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടായിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത്, പിന്നെ സൂപ്പർ സ്ട്രക്ചർ. ഒരു ബിൽഡിംഗ് ഫുള്ളായിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് പറയില്ല, രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒന്ന് ഫൗണ്ടേഷനും പിന്നെന്താണ് സൂപ്പർ സ്ട്രക്ചർ. ഫൗണ്ടേഷൻ അപ് ടു പ്ലിന്ത് ലെവൽ, പിന്നെ സൂപ്പർ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമുക്ക് ഓരോ ഐറ്റവും എത്ര നമ്പർ വേണം, അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം, അപ്പോൾ ആ ബ്രിക്സിന് എത്ര കോസ്റ്റ് ചിലവാകും, അങ്ങനെ ഓരോ ഐറ്റത്തിനും ഇപ്പോൾ റൈറ്റ് ഫ്രം എർത്ത് വർക്ക് എക്സ്കവേഷൻ, ഇപ്പോൾ ഫൗണ്ടേഷന് വേണ്ടിയുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ, പിന്നെ ഫൗണ്ടേഷൻ, പിന്നെ അത് കഴിഞ്ഞ് ബ്രിക്ക് മേസണറി, പിന്നെ റൂഫ് കോൺക്രീറ്റിംഗ്, പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, ഫ്ലോറിങ്, അങ്ങനെ ഓരോ ഐറ്റവും എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അത് കണക്കന്നെ അതിന് എത്ര കോസ്റ്റ് ചിലവാകും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പം അത് ഫസ്റ്റ് വൺ ആണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്, അപ്പോൾ നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിനകത്ത് നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എത്ര m³ കോൺക്രീറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് വൺ ആണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇപ്പോൾ ഓരോ വർക്കിനും എത്ര രൂപ ചിലവാകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് നമ്മൾ ബ്രിക്കിന് എത്ര കോസ്റ്റ് ചിലവായെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് വൺ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇനി ഫസ്റ്റത്തത് മെഷർമെന്റ്, അതാണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. അതിനകത്തുള്ളതാണ് മെഷർമെന്റ് ഫോം. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിളായിട്ട് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം നമ്പർ കൊടുക്കണം. ഇനി ഐറ്റം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഫൗണ്ടേഷന് വേണ്ടി എന്ത് ചെയ്യണം, ട്രെഞ്ച് ഡിഗ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും നമ്മൾ ഫസ്റ്റ് പറയുന്ന ഐറ്റം, എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. ഇനി നമ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില കേസിൽ ഫൗണ്ടേഷൻ്റെ വിഡ്ത്തും ഡെപ്തും ഒക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ഡെപ്തിൽ ഫൗണ്ടേഷൻ വേണ്ടി വരുന്നില്ല, ചിലപ്പോൾ നമുക്ക് മുകളിലേക്ക് വോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരാം. അപ്പോൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ 1, 2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ, നമ്മുടെ വീടൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും, എല്ലായിടത്തും ഫൗണ്ടേഷന് ഒരേ ബ്രെഡ്ത്തും ഡെപ്തും ഹൈറ്റും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്പർ 1 എന്ന് കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷൻ നമ്പർ 1. ഇനി നമ്മൾ എത്ര ലെങ്തിൽ എന്താണ് എർത്ത് വർക്ക് എത്ര ലെങ്തിലായിരിക്കണം ട്രെഞ്ച് ഡിഗ് ചെയ്യേണ്ടത്, എത്ര ബ്രെഡ്ത്തിലായിരിക്കണം ഡിഗ് ചെയ്യേണ്ടത്, എത്ര ഹൈറ്റിലായിരിക്കണം ഡിഗ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ കൊടുക്കുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് വാല്യൂ എന്തിൽ കിട്ടും, മീറ്റർ ക്യൂബിൽ കിട്ടും. അപ്പോൾ ഇതാണ് മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കണം നമ്മൾ എഴുതേണ്ടത്, ഫൗണ്ടേഷൻ ആയിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഐറ്റം നമ്പർ 1 ഫൗണ്ടേഷൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കിട്ടും. ഇനി അടുത്ത എന്ത് ചെയ്താൽ തേർഡ് ഐറ്റത്തിനകത്ത് ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ ബ്രിക്ക് മേസണറി, ബ്രിക്ക് വോളിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് മെഷർമെന്റ് ഫോം. ഇതായിരിക്കണം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ആദ്യമേ പ്രിപ്പയർ ചെയ്യേണ്ടത്, മെഷർമെന്റ് ഫോം. ഇനി അടുത്തതാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. ഈ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കന്നെ ഐറ്റം നമ്പർ 1, നമ്മുടെ ഐറ്റം നമ്പർ 1 എന്തായിരുന്നു, എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ അതിനകത്തുനിന്ന് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, മെഷർമെന്റ് ഫോമിൽ നിന്ന് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഇവിടെ എഴുതുക.
ഇനി ആ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്, എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ മീറ്റർ ക്യൂബ് ആയിരുന്നു. ഇനി റേറ്റ്, ഒരു എം ക്യൂബ് കൺസ്ട്രക്ഷൻ എത്ര റേറ്റ് ആവും? ഇപ്പോൾ 100 rupees എഴുതുക. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് വിൽ ഗീവ് യു ദ എമൗണ്ട്. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് വിൽ ഗീവ് യു ദ എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമുക്ക് എന്തുകൊണ്ട് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ഫോം ഉണ്ടെന്നും കൂടി പഠിച്ചു വെച്ചു. അത് ഫസ്റ്റ് വൺ ആണ് മെഷർമെൻറ്റ് ഫോം. മെഷർമെൻറ്റ് ഫോം വെച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെഷർമെൻറ്റ് ഫോം വെച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റം എന്ന് വെച്ചാൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഫൗണ്ടേഷൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി ബ്രിക്ക് വർക്ക് ഉണ്ട്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ആണ് മെഷർമെൻറ്റ് ഫോം യൂസ് ചെയ്യുന്നത്. പിന്നെ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് ആണ്, ഓരോ ഐറ്റത്തിൻ്റെയും എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ടാബിൾ കോളത്തിൽ നമ്മൾ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ടേമും കൂടി പഠിച്ചു വെക്കുക, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിനകത്ത് റേറ്റും എമൗണ്ടും ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുവാണ്. അതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സോ അത് ചിലപ്പോൾ ഇത് കണക്ക് തന്നെ ചോദിക്കാം. ഇഫ് in the abstract of estimate form the columns of rate and amounts are left blank, the bracket to be filled by the contractor is known as bill of quantities. ഇപ്പോൾ നമ്മൾ ടെൻഡർ ഒക്കെ ഇൻവൈറ്റ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഐറ്റം കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്കൊരു 15 യൂണിറ്റ് മീറ്റർ ക്യൂബ്, എന്നിട്ട് ഒരു എം ക്യൂബിൻ്റെ റേറ്റ് ഇവിടെ എഴുതണം, എമൗണ്ട് ഇവിടെ എഴുതണം. ഈ 2 വാല്യൂസും കോൺട്രാക്ടർ എഴുതി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് റേറ്റ് കോട്ട് ചെയ്യുന്നത് ആൾക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെൻഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ റേറ്റിൻ്റെ കോളം എമൗണ്ടിൻ്റെ കോളം ബ്ലാങ്ക് ആയിട്ട് ഇടുന്നതിനെയാണ് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. റേറ്റും എമൗണ്ടും ബ്ലാങ്ക് ആയിട്ട് ഇടും. അപ്പോൾ അത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, യൂണിറ്റ് ഉണ്ടാവും. റേറ്റും എമൗണ്ടും കോൺട്രാക്ടർ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ വരുന്നത്. സോ അടുത്തത് ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് അക്കമ്പനീഡ് വിത്ത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളും കൂടി അക്കമ്പനി ചെയ്യണം, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്തൊക്കെ ഡീറ്റെയിൽസും കൂടി എക്സ്ട്രാ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെഷർമെൻറ്റ് ഫോമും അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റും അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളും കൂടി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് റിപ്പോർട്ട്, സെക്കൻഡ് വൺ ജനറൽ സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. നമ്മൾ പഠിക്കും ജനറൽ സ്പെസിഫിക്കേഷൻ എന്താണ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന്. ഇനി ഫോർത്ത് വൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷണൽ എലിവേഷൻ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനും എലിവേഷനും സെക്ഷണൽ എലിവേഷനും സെക്ഷനും ഉണ്ടാകണം നമ്മുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത്. ഫിഫ്ത്ത് വൺ കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ, ആൻഡ് സിക്സ്ത് വൺ അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാം, വിച്ച് വൺ ഓഫ് ദീസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡീറ്റെയിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ ഇൻക്ലൂഡഡ് വിത്ത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം തന്നിട്ട് ബാക്കി 3 വേറെ ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ which of these followings are included in detailed estimate, അങ്ങനെയുള്ള ഇതിലും ചോദിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. നമ്മൾ പഠിച്ച ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് തേർഡ് വൺ ആണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. നമുക്ക് ഓപ്ഷൻ തരാം, പ്രിലിമിനറി എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് തരാം. അപ്പോൾ അത് ഓർത്തിരിക്കുക, റിവൈസ്ഡ് എസ്റ്റിമേറ്റും ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഇനി ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എപ്പോഴൊക്കെയാണ് റിവൈസ് ചെയ്യുന്നത്? സോ വെൻ ദ ഒറിജിനൽ സാങ്ഷൻഡ് estimate is exceeded or likely to exceed by more than 5%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC എക്സാംസിന് ചോദിച്ചതാണ്. നമ്മൾ എപ്പോഴാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്?
അപ്പോൾ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ് മോർ ദാൻ 5%. 5% സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ when expenditure on a work exceeded or likely to exceed the amount of administrative sanction by more than 10%. Amount of administrative sanction by more than 1%. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഈസ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ് ബൈ മോർ ദാൻ 5%. പിന്നെ പറയുന്നതാണ് എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡഡ് ദ എമൗണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ മോർ ദാൻ 10%. സോ ഇതിനകത്ത് ഈ 5% ആണ് നമ്മൾ കൂടുതൽ തവണയും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റിൽ നിന്ന് 5% അതിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്താൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ചെയ്തതിൽ മോർ ദാൻ 10% വന്നാലും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും. ഇനി തേർഡ് പോയിന്റ് ഉണ്ട്, when there are material deviation from the original proposal, even the cost may meet the sanctioned amount. അങ്ങനെ വന്നാലും നമുക്ക് എസ്റ്റിമേറ്റ് റിവൈസ്ഡ് ചെയ്യണം. മെറ്റീരിയൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ക്ലേ ബ്രിക്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ക്ലേ ബ്രിക്സ് അവൈലബിലിറ്റി കുറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഹോളോ ബ്ലോക്സോ സിമെന്റ് ബ്ലോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ടോട്ടലി മെറ്റീരിയൽ അങ്ങ് മാറി. റേറ്റ് വലിയ വ്യത്യാസം വരുന്നില്ല എന്ന് പറഞ്ഞാലും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്ത മെറ്റീരിയൽ മാറ്റി, ക്ലേ ബ്രിക്ക് ഒന്നുള്ളടുത്ത് അത് സോളിഡ് ബ്ലോക്കിലേക്ക് മാറ്റി. അങ്ങനെ വന്നാലും എന്ത് ചെയ്യണം, നമ്മുടെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. സോ ഫോർത്ത് വൺ ആയിരുന്നു സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. ഇനി സപ്ലിമെന്ററി എസ്റ്റിമേറ്റും എന്താണ്, ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ എസ്റ്റിമേറ്റ് എന്തായിരുന്നു, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്തായിരുന്നു, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആയിരുന്നു. ഇനി സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാലും അതൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഇനി എപ്പോഴാണ് നമ്മുടെ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ വർക്ക് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ആ കേസിലൊക്കെയാണ് നമ്മൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ അഡീഷണൽ വർക്ക് പെർഫോം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒറിജിനലി നമ്മൾ ബിൽഡിംഗ് പ്ലാൻ വരച്ചപ്പോഴൊന്നും നമ്മുടെ ബിൽഡിങ്ങിന്റെ സൈഡിലെങ്ങും ഒരു കാർ പോർച്ചോ പാർക്കിംഗ് ഏരിയ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്ത് അത് ഫിനിഷിംഗ് സ്റ്റേജിലേക്കൊക്കെ എത്താറാവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് എടുത്ത് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്ത സമയത്ത് അവിടെ കാർ പോർച്ചോ കാർ പാർക്കിംഗ് ഏരിയ ഒന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഒരു കാർ പാർക്കിംഗ് ഏരിയയും കൂടെ വേണം, എന്നാൽ മാത്രമേ ആ ബിൽഡിങ്ങിന്റെ ഫെസിലിറ്റീസ് 100% ആകുകയുള്ളൂ. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്താ അഡീഷണൽ വർക്ക് പെർഫോം ചെയ്യണം. ആ കേസിൽ എന്ത് ചെയ്യും, നമ്മൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നെ പറയുന്നതാണ് when further development is required during the progress of work. ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ വർക്ക്സ് ഒക്കെ പെർഫോം ചെയ്യണം, അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫയർ ലിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നാൽ ആ കേസിലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഓർത്തിരിക്കുക. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. പിന്നെ എന്താണ്, അഡീഷണൽ വർക്ക്സ് ആർ റിക്വയർഡ് ടു സപ്ലിമെന്റ് ദ ഒറിജിനൽ വർക്ക്സ്. ഇപ്പോൾ അഡീഷണൽ വർക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ഡെവലപ്മെന്റ് നമ്മുടെ വർക്കിൽ വരുവാണെങ്കിലും ആ കേസിൽ എന്ത് ചെയ്യുക, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ ആയിരുന്നു സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇപ്പോൾ സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ വർക്ക് പെട്ടെന്ന് നിർത്തി, അതിന്റെ കോൺട്രാക്ടർ ആ വർക്ക് ഉപേക്ഷിച്ച് പോയി. ഇനി ആ വർക്കിന് റിമൈനിങ് വർക്കിന് ഒറിജിനൽ സാങ്ഷൻ എമൗണ്ടിന്റെ ഒറിജിനലി സാങ്ഷൻ ചെയ്ത എമൗണ്ടിന്റെ 95% കോസ്റ്റ് വരുള്ളൂ ബാക്കിയുള്ള വർക്കിന്. ഇപ്പോൾ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആ വർക്ക് ഒരു കോൺട്രാക്ടർ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ബാക്കി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒറിജിനലി ആ വർക്കിന് എത്ര കോസ്റ്റ് ആയിരുന്നു അതിന് 95% ബിലോയെ ഇനി ആ വർക്ക് പ്രൊസീഡ് ചെയ്യേണ്ട കോസ്റ്റ് വരത്തുള്ളൂ. ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒറിജിനൽ കോസ്റ്റിന്റെ 95%ഓ ബിലോ 95%ഓ കോസ്റ്റ് വരുള്ളൂ. ആ കേസിലാണ് നമ്മൾ സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കേസിലും സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ
നമ്മുടെ ഒറിജിനൽ ഡിസൈനിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം അപ്രൂവ് ചെയ്തെടുത്ത ഒരു ഡിസൈൻ ഉണ്ടാവും, ഒരു വർക്കിൻ്റെ ഡിസൈൻ ഉണ്ടാവും. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാണെങ്കിലും നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡിസൈനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ഡിസൈനിൻ്റെ അതേ കോസ്റ്റ് ആയിരിക്കില്ല നമ്മൾ റിവൈസ് ചെയ്ത ഡിസൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് വീണ്ടും പ്രിപ്പയർ ചെയ്യണം. സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് കൊടുത്ത് പെർമിഷൻ വാങ്ങണം. അതാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇനി ലാസ്റ്റ് വൺ ആണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്ക് മിക്കപ്പോഴും റിപ്പയർ വർക്ക്സും മെയിൻ്റനൻസും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസും ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അതിന് ഒന്നെങ്കിൽ ഇത്ര വീക്സ് അല്ലെങ്കിൽ ഇത്ര മന്ത്സ് കൂടുമ്പോൾ ട്രയൽ റൺ നടത്തണം, എന്നിട്ട് അതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ മാസവും അല്ലെങ്കിൽ ഇത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് അതിനകത്ത് എപ്പോഴും മെയിൻ്റനൻസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പം അതിനും ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതാണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് വർക്ക്. അത് കണക്കാണ് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, പ്ലംബിംഗ് വർക്ക്സ്, ഇതിനൊക്കെ എപ്പോഴും മെയിൻ്റനൻസ് വേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ഒരു പോർഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. സോ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് മെഷർമെൻറ്റ് ഫോമും പഠിച്ചു ഓർക്കുന്നുണ്ടോ? അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ്, മെഷർമെൻറ്റ് ഫോം. ഈ മെഷർമെൻറ്റ് ഫോമിനകത്ത് ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് എഴുതണം. അപ്പോൾ ആ ക്വാണ്ടിറ്റി ഏത് യൂണിറ്റിലാണ് എടുക്കുന്നത്, വെദർ ഇറ്റ് ഈസ് ഇൻ ഏരിയ അല്ലെങ്കിൽ ഇൻ വോളിയം. അപ്പോൾ അതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. സോ എർത്ത് വർക്ക്, ഇപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ അതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നമ്മൾ എന്തിലായിരിക്കും, മീറ്റർ ക്യൂബിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ലെങ്ത് ഓഫ് ട്രെഞ്ച് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ ആണ് എടുക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഒരു ഡ്രാവ്സ്മാൻ PWDയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഈസ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ. അതായത് മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് വരുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 മീറ്റർ ക്യൂബ് ഉണ്ട്, 10 മീറ്റർ ക്യൂബ് ഉണ്ട്, 10 ഡെസിമീറ്റർ ക്യൂബ് ഉണ്ട്, 1 ഡെസിമീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സോ യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മൾ പറയുന്നത് 10 മീറ്റർ ക്യൂബിലായിരിക്കണം. വോളിയത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന യൂണിറ്റ് 10 മീറ്റർ ക്യൂബിലാണ് പറയുന്നത്. സോ ഈ 10 മീറ്റർ ക്യൂബ് എന്നുള്ള വാല്യൂ കിട്ടുന്നത് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, കേരള PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ്റെ റേറ്റ് 10 മീറ്റർ ക്യൂബ് ആണെന്ന് പറയുന്നത്. അപ്പോൾ മീറ്റർ ക്യൂബ് ആണ് നമ്മൾ പഠിച്ചത്, എന്താണ് മീറ്റർ ക്യൂബ് ആണ്. പക്ഷേ ഓപ്ഷൻ നോക്കിക്കേ, എല്ലാ ഓപ്ഷൻസിനകത്തും മീറ്റർ ക്യൂബ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത് 10 മീറ്റർ ക്യൂബിലായിരിക്കും ചെയ്യുന്നത്. 10 മീറ്റർ ക്യൂബ്. സോ നെക്സ്റ്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ കോൺക്രീറ്റ് നമുക്ക് എന്താ ഫൗണ്ടേഷന് ഏറ്റവും ബേസിൽ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കോൺക്രീറ്റിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ, അപ്പോൾ ഇവിടെയും ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്താണ്, ക്യൂബിക് മീറ്റേഴ്സ് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഓഫ് കോൺക്രീറ്റ്, ബ്രെഡ്ത്ത് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് കോൺക്രീറ്റിംഗ്, മീറ്റർ ക്യൂബിലാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ പറയുന്നത്. ഈ തേർഡ് വൺ ആണ് DPC അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡാം പ്രൂഫ് കോഴ്സ് നമ്മുടെ വാൾസിലേക്ക് ഡാംപ്നെസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാൾ ആണെങ്കിൽ ആ വാളിൻ്റെ താഴെയായിരിക്കും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാളിൻ്റെ താഴെ ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ പ്ലിന്ത് ലെവലിൻ്റെ മുകളിൽ.
സോ ഇതായിരുന്നു ഫൗണ്ടേഷൻ. ഇത് പ്ലിന്ത് ലെവൽ, ഫൗണ്ടേഷന് മുകളിൽ പ്ലിന്ത് ലെവൽ. അപ്പോൾ ഈ പ്ലിന്ത് മാറിപ്പോയി മാർക്ക് ചെയ്തത്. സോ ഇതാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് മുകളിൽ വോൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്ലിന്ത് ലെവൽ. ഈ ടോപ്പിൽ ലെവലാണ് പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത്. ഇതില് ഫൗണ്ടേഷൻ ഈ പ്ലിന്ത് ലെവലിന്റെ മുകളിൽ, അതായത് പ്ലിന്ത് ലെവലിന്റെ മുകളിൽ വോളിന്റെ താഴെയാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? നമുക്ക് ഈ നിയർ ബൈ സോയിലുള്ള ഡാംനെസ് ഈ മുകളിലെ ഈ വോൾസിലേക്ക് വരാതിരിക്കാനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എന്ന് വെച്ചാൽ 2.5 സെന്റിമീറ്റർ തിക്നെസ് ആണ്. ഇത് യൂഷ്വലി എക്സാമിന് ചോദിക്കുന്നതാണ്. DPCയുടെ തിക്നെസ് എത്രയാണ്? നമുക്ക് ഈ ഓവർസിയർ ഉള്ള എക്സാംസിനൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എത്രയാണ്. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് 2.5 സെന്റിമീറ്റർ തിക്നെസ് ആണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ്. ഇനി അത് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന മിക്സ് ആണ് 1:1.5:3. 1:1.5:3 എന്ന് പറയുമ്പോൾ M20 ഗ്രേഡ് കോൺക്രീറ്റിംഗ് ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസും കൂടെ ആഡ് ചെയ്യും. ഇനി ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സിങ് എടുക്കില്ല. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നമ്മൾ എടുക്കുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. അവിടെ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ, 2.5 സെന്റിമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതവിടെ യൂസ് ചെയ്യില്ല. പിന്നെ യൂഷ്വലി ഡാം പ്രൂഫ് കോഴ്സ് is not provided at the sill of doors and veranda opening for which deductions are made. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമുക്ക് വോളിന്റെ ഓപ്പണിംഗ്, ഡാം പ്രൂഫ് കോഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സോയിലിൽ നിന്ന് വോൾസിലേക്ക് ഡാംനെസ് പ്രിവെന്റ് ചെയ്യാനാണ്. അപ്പോൾ വോൾസിലേക്ക് ഡാംനെസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോറിന്റെ പോർഷനിൽ എന്തില്ല? വോളില്ല. അപ്പോൾ ആ പോർഷനിലൊന്നും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണക്ക് ഡോറിന്റെ ഓപ്പണിങ്സ്, പിന്നെ ഓപ്പൺ വെരാന്തയൊക്കെ ആണെങ്കിൽ അവിടെ എന്തില്ല? വോൾസ് ഇല്ല. അപ്പോൾ അവിടെയും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും PSC എക്സാംസിന് ചോദിക്കാറുണ്ട്. നമ്മുടെ ചെറിയ ഓവർസിയർ ഉള്ള ചെറിയ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ് തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സിങ്. പിന്നെ ഡാം പ്രൂഫ് കോഴ്സിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെടുത്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രം എടുത്താൽ മതി. അതിനകത്ത് തിക്നെസ് എടുക്കണ്ട. സ്ക്വയർ മീറ്ററിലായിരിക്കും ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. സോ നെക്സ്റ്റ് വൺ, മേസണറി. സോ മേസണറി ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു. മേസണറിയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റേഴ്സിലായിരിക്കും. അതായത് ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ ഇൻറ്റു ഹൈറ്റ് ഓഫ് വോൾ. ഇനി എന്തൊക്കെ ഡിഡക്ട് ചെയ്യും? അതിനകത്ത് ഡോറിന്റെയും വിൻഡോയുടെയും ഓപ്പണിങ്സ് എല്ലാം ഡിഡക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് വോൾ എന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വോൾ ഉണ്ട്. ഈ വോളിന്റെ തിക്നെസ് 20 സെന്റിമീറ്റർ ആണ്. ഒരു 20 മീറ്റർ 4 മീറ്റർ. അപ്പോൾ പിന്നെന്ത് വരും? ഒരു 20 സെന്റിമീറ്റർ തിക്നെസ്സും കൂടെ ഉള്ള വോളാന്ന് വിചാരിക്കുക. ഈ വോളിനകത്ത് എന്ത് വരാം? ഓപ്പണിങ്സ് ഉണ്ടാവും. വിൻഡോയുടെ ഓപ്പണിംഗ് ഉണ്ടാവും, ഡോറിന്റെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് എന്തെടുക്കാം? 20 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ മൈനസ് എന്ത് ചെയ്യണം? ഈ ഡോറിന്റെ ഓപ്പണിംഗ്, രണ്ട് വിൻഡോസിന്റെ ഓപ്പണിംഗ് കൂടി റെഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്പർ ഓഫ് ബ്രിക്സ് കിട്ടുള്ളൂ. സോ അതാണ് ഈ പറയുന്ന പോയിന്റിൽ ഡിഡക്ട് ചെയ്യുക. നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി ഓപ്പണിങ്സ് ഒക്കെ ഡിഡക്ട് ചെയ്യുക. ഇനി ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിൻ പാർട്ടീഷൻ വാൾസ് ആണെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതും ഒരുപാട് തവണ എക്സാമിന് PSC എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്ക് എന്ന് കാണുമ്പോഴേ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മേസണറി കാണുമ്പോഴേ ക്യൂബിക് മീറ്റേഴ്സ് ഓപ്ഷൻ ആണെന്ന് പറഞ്ഞത് നമ്മൾ ബബിൾ ചെയ്യും. പക്ഷേ ശരിക്കും ശ്രദ്ധിച്ചു വായിക്കണം. പാർട്ടീഷൻ വോൾ ആണെങ്കിൽ നമ്മൾ അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. പാർട്ടീഷൻ വോൾ ആണെങ്കിൽ
തിൻ പാർട്ടീഷൻ വാളിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തരുന്ന ഓപ്ഷൻ ക്യൂബിക് മീറ്റേഴ്സ് തന്നെ ആയിരിക്കും. മിക്കപ്പോഴും ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും സ്ക്വയർ മീറ്റേഴ്സ് ഒക്കെ തരുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം തരും. അപ്പോൾ ഓർത്തിരിക്കുക, തിൻ പാർട്ടീഷൻ വാൾസ് ആണെങ്കിൽ പാർട്ടീഷൻ വാൾ, തിൻ പാർട്ടീഷൻ വാൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും തെറ്റിപ്പോകും നമുക്ക്, എന്ന് വെച്ചാൽ വോളെന്ന് മാത്രമേ പെട്ടെന്ന് കാണുകയുള്ളൂ എക്സാം ഹോളിൽ ഇരുന്ന്. അപ്പോൾ വോളെന്നായിരിക്കും, പാർട്ടീഷൻ വോൾ ആണെങ്കിൽ ക്വാണ്ടിറ്റി സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് വെറുതെ മേസണറി അല്ലെങ്കിൽ വോളെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അത് ക്യൂബിക് മീറ്റേഴ്സിലായിരിക്കും. പാർട്ടീഷൻ വാളിനകത്ത് എന്താ തിക്നെസ് വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ മീറ്റേഴ്സിൽ എടുക്കുന്നത്. ഇനി ഹണി കോംബ് വാൾസ് ഉണ്ടാവും. ഹണി കോംബ് വാൾസ് ആണെങ്കിലും അവിടെ നമ്മൾ എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. അവിടെയും ഹോൾസിനൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഡിഡക്റ്റ് ചെയ്യില്ല. നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഹോൾ. അതും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ സാധാരണ വാൾ എടുത്തപ്പോൾ ആ വാളിൽ നിന്ന് എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്തു, ഡോറിന്റെയും വിൻഡോയുടെ ഓപ്പണിംഗ് ഒക്കെ ഡിഡക്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ഹണി കോംബ് വാൾ ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് എങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്തുള്ള ഹണി കോംബിങ്ങിന്റെ ഹോളൊന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. മേസണറി എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേ കണക്ക് തന്നെ ആയിരിക്കും സ്റ്റോൺ മേസണറി. ബ്രിക്ക് മേസണറി എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് സ്റ്റോൺ മേസണറിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മേസണറി ഇമ്പോർട്ടൻ്റ് ആണ്. മേസണറിക്കകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് പാർട്ടീഷൻ വാൾ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നെങ്കിൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും. ഹണി കോംബ് വാൾ ആണെങ്കിലും അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും, സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും. ഇനി അതിനകത്ത് ഹോളിന് ഡിഡക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാം ചിലപ്പോൾ. അപ്പോൾ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഹോൾസ്. ഹോളിന്റെ ആ വോളിയം നമ്മൾ അല്ലെങ്കിൽ ആ ഏരിയ നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല, ഹോളിന്റെ ഏരിയ ഡിഡക്റ്റ് ചെയ്യില്ല ഹണി കോംബ് വാൾസിൽ. ഇനി സാധാരണ ഒരു മേസണറി വാൾ ആണെങ്കിൽ എങ്ങനെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയുള്ള വാൾസിനകത്ത് ഡോറിന്റെയും വിൻഡോയുടെ ഓപ്പണിംഗ് ഒക്കെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ക്വാണ്ടിറ്റി ആണ് RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക്. റീഇൻഫോഴ്സ്മെന്റ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക്. അപ്പോൾ RCCയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, RCCയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് RCC, ഇപ്പോൾ റൂഫ് ആണ് എക്സാമ്പിൾ എടുക്കാം. റൂഫ് എല്ലാം RCC ആയിരിക്കും, റീഇൻഫോഴ്സ്മെന്റ് കൂടെ ഉണ്ടാവും, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇത് സ്ലാബ് ആണെങ്കിൽ ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്, പിന്നെ എന്തുണ്ടാവും, ഈ സ്ലാബിനൊരു ബ്രെഡ്ത്തും ഉണ്ടാവും. അപ്പോൾ ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ആണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. അപ്പോൾ ക്വാണ്ടിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. മീറ്റർ ക്യൂബിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി RCC വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഓർത്തിരിക്കുക, ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്. ഇനി ഇതിനകത്തുനിന്ന് അപ്പോൾ കിട്ടുന്നതായിരിക്കും ക്വാണ്ടിറ്റി. ഇപ്പം നമ്മുടെ റൂഫിന്റെ ഡയമെൻഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ഓർത്തിരിക്കുക, അവിടെ നമ്മൾ ഈ RCC ആകുമ്പോൾ എന്തുണ്ടാവും, ഇതിനുള്ളിൽ കൂടി റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ടാവും, ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം ഡിഡക്റ്റ് ചെയ്യില്ല. ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് തെറ്റായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത്. RCC വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ RCC വർക്കിന്റെ ഡയമെൻഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഓർത്തിരിക്കുക, there will not be any deduction for volume of reinforcement. അത് ഓർത്തിരിക്കണം, അത് ചിലപ്പം ചോദിക്കും. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് വോളിയം RCC വർക്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യില്ല. റീഇൻഫോഴ്സ്മെന്റ് ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 6th one ആണ് സ്റ്റീൽ വർക്ക്. സോ സ്റ്റീൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്വിൻ്റലിലോ കിലോഗ്രാമിലോ ടെൻസിലോ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റീൽ വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഇടുന്നുണ്ടല്ലേ, റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നത് വളരെ കുറവാണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഇടുമ്പോൾ നമുക്ക് റീഇൻഫോഴ്സ്മെന്റിന്റെ ലെങ്ത് കഴിയുമ്പോൾ അടുത്ത റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ ഒരു ബെൻഡ് ബാർ കൊടുത്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഹുക്സ് പ്രൊവൈഡ് ചെയ്യും. എല്ലാ റീഇൻഫോഴ്സ്മെന്റിലും ഹുക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഹുക്കിന്റെ നീളം എന്ന് വെച്ചാൽ 9 times ഡയമീറ്റർ ആണ് ഹുക്കിന്റെ ലെങ്ത്.
9D, 9 times diameter. അത് ഓർത്തിരിക്കണം, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് അതാണ്, റീഇൻഫോഴ്സ്മെന്റ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ബെൻഡിങ് ഈസ് ടേക്കൺ അപ്പ് സെപ്പറേറ്റ് അണ്ടർ സ്റ്റീൽ വർക്ക് ഇൻ ക്വിന്റൽ, കിലോഗ്രാം ഓർ ടൺ. അപ്പോൾ ഓർത്തിരിക്കുക, യൂണിറ്റ് ക്വിന്റലിലോ കിലോഗ്രാമിലോ ടണ്ണിലോ ആയിരിക്കും. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഹുക്കിന്റെ ലെങ്തും കൂടി ചേർത്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാണ്ട് ഈ ഹുക്കിന്റെ നീളം നമ്മൾ പറയുന്നത് 9 ടൈംസ് ഡയമീറ്റർ, 9 ടൈംസ് ഡയമീറ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ വരച്ചിരിക്കുന്ന ഹൂക്ക് എന്താണ്? ഒരു സെമി സർക്കുലർ ഹൂക്കാണ്. ഇനി അതിന് പകരം ഞാൻ റെക്ടാങ്കുലർ ഹൂക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് റെക്ടാങ്കുലർ ഹൂക്കാണ് രണ്ട് എൻഡിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റെക്ടാങ്കുലർ ഹൂക്ക് ആണെങ്കിൽ ഈ ഹൂക്കിന്റെ നീളം എന്ന് വെച്ചാൽ 6 ടൈംസ് ഡയമീറ്റർ ആണ്, 6D ആണ്. റെക്ടാങ്കുലർ ഹൂക്ക് ആണെങ്കിൽ ഹുക്കിന്റെ ലെങ്ത് 6 ടൈംസ് ഡയമീറ്റർ ആണ് ഹുക്കിന്റെ ലെങ്ത്. സോ ഇനി നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിനകത്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിലിംഗ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് റഫ് ആയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം, എത്ര ക്വാണ്ടിറ്റി റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് റഫ് കാൽക്കുലേഷൻ പറയാം. എന്ന് വെച്ചാൽ 0.8 to 1% ഓഫ് RCC വർക്ക് ബൈ വോളിയം ഇസ് മേ ബി ടേക്കൺ ഫോർ സ്റ്റീൽ. ഇപ്പോൾ നമുക്ക് ഇതാണ് ഒരു കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമുക്കറിയാം. പക്ഷേ എത്ര ക്വാണ്ടിറ്റി സ്റ്റീൽ വേണമെന്ന് അറിയത്തില്ല എങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി, ഈ കിട്ടിയിരിക്കുന്ന കോൺക്രീറ്റിന്റെ വോളിയം, കോൺക്രീറ്റിന്റെ വോളിയത്തിന്റെ 0.8 to 1% സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. യൂഷ്വലി നമ്മൾ എടുക്കുന്നതാണ് 1% ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. 1% ഓഫ് റീഇൻഫോഴ്സ്മെന്റ് RCC വർക്കിൽ 1% ഓഫ് RCC വർക്കിൽ എത്ര m³ കോൺക്രീറ്റ് ഉണ്ടോ അതിന്റെ 1% സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. സോ നെക്സ്റ്റ്, സോ നമ്മുടെ 7th one ഫ്ലോറിംഗ്. അപ്പോൾ ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ എന്തുണ്ടാകും, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഫൗണ്ടേഷന്റെ മുകളിൽ സോയിലിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫ്ലോർ ഫിനിഷിങ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോൺ ഫ്ലോറിങ്, ഒന്നെങ്കിൽ മാർബിളോ മൊസൈക്കോ അല്ലെങ്കിൽ ടൈലോ ഒക്കെ വിരിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്, മീറ്റർ സ്ക്വയറിലായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഐറ്റംസ് എല്ലാം ഒരൊറ്റ ഐറ്റം ആയിട്ടാണ് പറയുന്നത്. ബേസ് ലൈം കോൺക്രീറ്റ് ആൻഡ് ഫ്ലോർ ഫിനിഷിംഗ് of cement, concrete or stone or marble or mosaic are usually taken as one job or one item. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് ആയിരിക്കും. അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ മീറ്റർ ക്യൂബിൽ തന്നെ പറയണം. അപ്പോൾ അത് മീറ്റർ ക്യൂബിൽ പറഞ്ഞിട്ട് അതിന്റെ ഫ്ലോർ കവറിങ് ഉണ്ടാകുമല്ലോ, ആ ഫസ്റ്റ് ഫ്ലോറിന്റെ ഫ്ലോർ കവറിങ്, അത് നമ്മൾ മീറ്റർ സ്ക്വയറിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഫ്ലോർ കവറിങ് മീറ്റർ സ്ക്വയറിലും ഫ്ലോറ് മീറ്റർ ക്യൂബിലും. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ എന്തായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് ആയിരിക്കും. അപ്പോൾ അതെന്താണ്, ഒരു RCC സ്ട്രക്ചർ ആണ്. അവിടെ നമ്മൾ ക്വാണ്ടിറ്റി പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ അതിനൊരു ഫ്ലോർ കവറിങ് ഉണ്ടാകും, ഒന്നെങ്കിൽ മാർബിളോ അല്ലെങ്കിൽ ടൈലോ ഒക്കെ കവറിങ് ഉണ്ടാകും. ആ ഫ്ലോർ കവറിങ് നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് മീറ്റർ സ്ക്വയറിൽ പറയും. അതാണ് ഈ പോയിന്റ് പറയുന്നത്. നമ്മുടെ അടുത്ത ഐറ്റം ആണ് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് 12 mm തിക്നെസ് ആണ്. അവിടെ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ ആണ്. തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് നമ്മൾ കൺസിഡർ ചെയ്യില്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ തിക്നെസ്, 12 mm എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ തിക്നെസ്സും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഓർത്തിരിക്കുക, പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് 12 mm ആണ്. ഇത് ഒരുപാട് തവണ PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് എത്രയാണ്? തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് 12 mm തിക്ക് ആണ്. അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ ആണ് എടുക്കുന്നത്. ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്, ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ, തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി പ്ലാസ്റ്ററിങ് നമ്മൾ വോളിൽ ചെയ്യുമ്പോൾ ഈ വോൾസിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, വോളിനകത്ത് ഡോറിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും, വിൻഡോയുടെ ഓപ്പണിംഗ് ഉണ്ടാവും, വെന്റിലേറ്റേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറെ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
എവിടെയൊക്കെ ഡിഡക്ഷൻസ് വരുത്തണമെന്നാണ് അടുത്ത പോയിന്റ് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഫോർ സ്മോൾ ഓപ്പണിംഗ് അപ് ടു 0.5 സ്ക്വയർ മീറ്റർ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ്. അപ്പോൾ നമ്മുടെ വോളിൽ 0.5 സ്ക്വയർ മീറ്റർ വരെയുള്ള ഓപ്പണിങ്ങേ ഉള്ളൂവെങ്കിൽ അവിടെ നമ്മുടെ ഡിഡക്ഷൻസ് ഒന്നും വരത്തില്ല, ആ ഫുൾ വോളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഫോർ ഓപ്പണിംഗ് എക്സീഡിങ് 0.5 square meter and less than 3 square meter, deduction is made for one phase only. ഇപ്പോൾ ഒരു ബ്രിക്കിന് ഒരു വോളിന് എന്തുണ്ടാവും, ഇന്നർ സർഫസും ഉണ്ടാവും ഔട്ടർ സർഫസും ഉണ്ടാവും. വോളിന് ഇന്നർ സർഫസ്, വീടിനകത്തുള്ള സർഫസും ഉണ്ടാവും, വീടിന് പുറത്തുള്ള സർഫസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഏരിയ, ഈ വോളിനകത്ത് നമുക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയ 0.5 സ്ക്വയർ ടു 3 സ്ക്വയർ മീറ്റേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഒന്നുകിൽ അകത്തെയോ അല്ലെങ്കിൽ പുറത്തെയോ ഏതെങ്കിലും ഒരു ഏരിയ മാത്രം റെഡ്യൂസ് ചെയ്താൽ മതി. ഫ്രണ്ട് സർഫസും ബാക്ക് സർഫസിലെയും ആ സെയിം ഏരിയ റെഡ്യൂസ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു സർഫസ്, ഒന്നുകിൽ ബിൽഡിങ്ങിന് പുറത്തെ സർഫസോ അല്ലെങ്കിൽ റൂമിനകത്തെ സർഫസോ ഏതെങ്കിലും ഒരു സർഫസിലെ ഓപ്പണിംഗ് മാത്രം റെഡ്യൂസ് ചെയ്താൽ മതി. ഇനി എന്താണ്, ഫോർ ഓപ്പണിംഗ് എബവ് 3 സ്ക്വയർ മീറ്റേഴ്സ് ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ബോത്ത് ഫേസസ്. അപ്പോൾ മോർ ദാൻ 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് ഫേസിലും റെഡ്യൂസ് ചെയ്യണം, ഏരിയ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 mm തിക്നെസ്, ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് വോൾ, ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ഹൈറ്റ് ഓഫ് വോൾ. ഈ പ്ലാസ്റ്ററിങ്ങിന് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യില്ല, വോളിൻ്റെ ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നമുക്ക് എന്തറിയാം, വോളിനകത്ത് നമുക്ക് ഡോറിൻ്റെ ഓപ്പണിങ്സ് ഉണ്ട്, വിൻഡോയുടെ ഓപ്പണിങ്സ് ഉണ്ട്, വെന്റിലേറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനകത്ത് നമ്മൾ എവിടെ ഡിഡക്ഷൻസ് വരുത്തും, അതാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ വോളിനകത്തുള്ള ഓപ്പണിങ് 0.5 സ്ക്വയർ മീറ്റേഴ്സ് വരെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഡിഡക്ഷൻസ് ഒന്നും വരത്തില്ല, ആ ഫുൾ വോളിൻ്റെ ഏരിയയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഏരിയ 0.5 സ്ക്വയർ മീറ്റർ മുതൽ ലെസ് ദാൻ 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ വോളിൻ്റെ ഇന്നർ സർഫസ് അല്ലെങ്കിൽ വോളിൻ്റെ ഔട്ടർ സർഫസ്. ഒരു റൂമിന് അകത്തും ഉണ്ടാകും പ്ലാസ്റ്ററിങ്, പുറത്തും ഉണ്ടാകും പ്ലാസ്റ്ററിങ്, അപ്പോൾ ഏതെങ്കിലും ഒരു സർഫസിൽ മാത്രം റെഡ്യൂസ് ചെയ്യാം. ഇനി 3 സ്ക്വയർ മീറ്ററിന് എബോവ് ആണ് പ്ലാസ്റ്ററിങ് എങ്കിൽ, ഓപ്പണിംഗ് എങ്കിൽ ഇന്നർ സർഫസിലെയും ഔട്ടർ ബോത്ത് സർഫസിലെയും എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. ഇനി അടുത്തതാണ് പോയിന്റിങ്. സോ പോയിന്റിങ്ങും നമ്മൾ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇതിന്റെ ഡിഡക്ഷൻസും നമ്മൾ സിമിലർ ടു പ്ലാസ്റ്ററിങ് ആണ് ചെയ്യുന്നത്, സിമിലർ ടു പ്ലാസ്റ്ററിങ്. ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലാസ്റ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് പറയുന്നതാണ് വൈറ്റ് വാഷിംഗ് ഓർ കളർ വാഷിംഗ് ഓർ ഡിസ്റ്റംപറിംഗ് ഓർ പെയിൻറ്റിങ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് വാഷിംഗ് ഒക്കെ എവിടെ ആയിരിക്കും ചെയ്യുന്നത്, നമ്മൾ എവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവിടെ ആയിരിക്കും വൈറ്റ് വാഷിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് വാഷിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്, സ്ക്വയർ മീറ്റേഴ്സിലാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ ഫ്രെയിം. അപ്പോൾ ഫ്രെയിമിന് നമ്മൾ വേറെ പറയുന്ന പേരാണ് ചൗക്കത്ത്. അപ്പോൾ ചൗക്കത്ത് ഓഫ് ഫ്രെയിം ഇത് ഹിന്ദി നെയിമാണ്. അപ്പോൾ അതിൻ്റെ വോളിയം, അതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയത്തിലാണ്, ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്, അല്ലെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ ഫ്രെയിം ഡോറിൻ്റെയും വിൻഡോയുടെയും ഫ്രെയിമിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ മീറ്റർ ക്യൂബിലാണ്. പക്ഷേ ഡോറിൻ്റെയും വിൻഡോയുടെയും ഷട്ടറിൻ്റെ എടുക്കുന്നത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഷട്ടേഴ്സ് ആണ്. അവിടെ നമ്മൾ തിക്നെസ് എടുക്കത്തില്ല, തിക്നെസ് ഓഫ് ഷട്ടേഴ്സ് എടുക്കത്തില്ല. തിക്നെസ് എന്താണ്, വളരെ കുറവാണ്, അതുകൊണ്ട് നമ്മൾ തിക്നെസ് ഓഫ് ഷട്ടേഴ്സ് എടുക്കില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഡോറിൻ്റെയും വിൻഡോയുടെയും അതിൻ്റെ ഫ്രെയിം ആണെങ്കിൽ ക്യൂബിക് മീറ്റേഴ്സ് ആയിരിക്കും, ഇനി അതിൻ്റെ ഷട്ടേഴ്സ് ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കും. തിക്നെസ് ഓഫ് ഷട്ടേഴ്സ് എടുക്കില്ല. ഇനി നമ്മളൊരു ബിൽഡിങ്ങിൽ പറയുന്ന ജനറൽ ആയിട്ടുള്ള വുഡ് വർക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, വുഡൻ ബീം, പോസ്റ്റ്, wooden roof truss, door and window frames comes under this item and calculated in cubic meters. നമ്മൾ കോമൺ ആയിട്ട് ഒരു വുഡൻ വർക്ക് പറയുകയാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റേഴ്സിലായിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
പിന്നെ ഡോറിൻ്റെയോ വിൻഡോയുടെയോ ഷട്ടേഴ്സ് പറയുകയാണെങ്കിലാണ് നമ്മളത് മീറ്റർ സ്ക്വയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആണ് സ്പെസിഫിക്കേഷൻസ്. സോ സ്പെസിഫിക്കേഷൻസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ജസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. Engineering specification describes the nature and class of work, materials to be used in the work, workmanship, etc. required for completing an engineering project in accordance with its drawing and details. നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് പറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിന് നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്. സെക്കൻഡ് എന്ന് പറഞ്ഞത് സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ആ മെറ്റീരിയൽസിൻ്റെ ഡയമെൻഷൻ, ആ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്, കൺസ്ട്രക്ഷൻ വർക്ക് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വേണോ, ഇത് കണക്ക് മെഷീൻ മിക്സിംഗ് ആണോ, ഹാൻഡ് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റിംഗ് ആണോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ് സ്പെസിഫിക്കേഷൻസ്. ഈ സ്പെസിഫിക്കേഷൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് ജനറൽ സ്പെസിഫിക്കേഷൻ, സെക്കൻഡ് വൺ ആണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ general specifications and detailed specifications. General specification എന്ന് പറയുമ്പോൾ general specification അകത്ത് nature and class of work, name of material and proportions that should be used in various items of work are described. സോ ഇത് ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് റഫ് ഐഡിയ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അത് പറയുന്നതനുസരിച്ച് നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് വർക്ക്സ്, names of materials and proportions that you should be used in various items of work. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് വർക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ കോൺക്രീറ്റ് വർക്ക് നമ്മൾ ഹാൻഡ് മിക്സിംഗ് ആയിട്ടാണോ ചെയ്യുന്നത്, മെഷീൻ മിക്സിംഗ് ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസിറ്റ് മിക്സർ വഴി പമ്പിംഗ് ആണോ ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത് നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് വർക്ക്. ഈ നെയിംസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പ്രപ്പോർഷൻസ്, ഇപ്പം നമുക്ക് കോൺക്രീറ്റിംഗ് ആണെങ്കിൽ M20 ആണോ, M25 ആണോ, 30 ആണോ, 35 ആണോ. ഇപ്പോൾ ഹയർ ഗ്രേഡ് കോൺക്രീറ്റിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കണം, അതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് മിക്സ് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ജനറൽ സ്പെസിഫിക്കേഷനകത്ത് വരുന്നത്. ഒരുപാട് ഇൻഡെപ്തിലേക്കൊന്നും പോകില്ല. ഈ പറയുന്ന 2 പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കുക. നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് വർക്ക്സും നെയിം ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പ്രപ്പോർഷൻസ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഇനി അടുത്തതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു വർക്കിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ക്വാളിറ്റീസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്, ദ പ്രപ്പോർഷൻ ഓഫ് മോട്ടർ, വർക്ക്മാൻഷിപ്പ്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ ആൻഡ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്സ്, അങ്ങനെ ഒരു വർക്കിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് ഉണ്ടാകും. ഇനി ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നല്ല, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വർക്കിൻ്റെ ഓർഡറിൽ തന്നെ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്, പിന്നെ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്, ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ ബ്രിക്ക് മേസണറി ആണ്, ബ്രിക്ക് മേസണറി കഴിഞ്ഞാൽ പിന്നെ റൂഫ് കോൺക്രീറ്റിംഗ് ആണ്, പിന്നെ ഫ്ലോറിംഗ് ആണ്, പ്ലാസ്റ്ററിംഗ് ആണ്, പെയിൻറ്റിംഗ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതേ ഓർഡറിന് തന്നെ ആയിരിക്കും എന്തിനകത്തും വരേണ്ടത്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ കോൺട്രാക്ട് വർക്കിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. ഇനി ബാക്കി തിയറി പോർഷൻസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ടൈമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഓർഡിനറി റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ്സ് the DPC is provided at plinth level, ground level, roof level, lintel level. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴും എവിടെ ആയിരിക്കും, പ്ലിന്ത് ലെവലിലായിരിക്കും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻസ് ആദ്യം ചിലപ്പോൾ ലിൻറ്റൽ ലെവലിനൊക്കെ തന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാതെ കയറി ലിൻറ്റൽ ലെവലിനൊക്കെ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഓപ്ഷൻസ് ഫുള്ള് വായിച്ച് സമയം എടുത്തിട്ട് വേണം ബബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലിന്ത് ലെവലിലാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the specification of earthwork in foundation, trenches, drains, etc. Lift ordinary specified is. So ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ
ഞാനൊരു ഫൗണ്ടേഷന് വേണ്ടി എർത്ത് വർക്ക് ട്രെഞ്ച് കുഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാനം തോണ്ടുക എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ട്രെഞ്ച് എടുക്കുവാണ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട്. ഫൗണ്ടേഷന് വേണ്ടി ട്രെഞ്ച് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ സോയിൽസ് ഉണ്ടാവും. ഈ സോയില് നമ്മൾ പുറത്തേക്ക് റിമൂവ് ചെയ്യുകയാണ്, പുറത്തേക്ക് ഇടും. അപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് ഇപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഈ ഹൈറ്റിൽ റിമൂവ് ചെയ്യുന്നതിനാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കലി റിമൂവ് ചെയ്യുന്നതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിൽ നമുക്ക് ഡെപ്ത് ഉണ്ടാവുമല്ലോ, ഫൗണ്ടേഷൻ്റെ വലിയ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ ഡെപ്ത് കുറേ കൂടി കൂടും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ലിഫ്റ്റ്. വെർട്ടിക്കലി നമ്മൾ സോയിൽ എടുക്കുന്നതിനാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടലി നമ്മൾ സോയിൽ എടുത്ത് തൊട്ടടുത്ത് ഈ ഫൗണ്ടേഷൻ ട്രെഞ്ചിന്റെ തൊട്ടടുത്ത് നമ്മൾ വെക്കാറില്ല. മിനിമം ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ്, ഈ ട്രെഞ്ചിന് 1 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടേ നമ്മൾ ഈ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ സോയിൽ കൊണ്ടുപോകുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഫ്റ്റും ലീഡും. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെഞ്ചിൽ നിന്ന് വെർട്ടിക്കലി അപ്വേർഡ്, ട്രെഞ്ചിൽ നിന്ന് മുകളിലേക്ക് സോയിൽ എടുക്കുന്നതിനാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഹൊറിസോണ്ടലി കൊണ്ടുപോകുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഫ്റ്റും ലീഡ്. ലിഫ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതാണ്, ദ സ്പെസിഫിക്കേഷൻ ഓഫ് എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, ട്രെഞ്ച്, ഡ്രെയിൻ എക്സെട്ര, ലിഫ്റ്റ്, ഓർഡിനറി, സ്പെസിഫൈഡ് ഈസ്. അപ്പോൾ നമുക്കൊരു മിനിമം ലിഫ്റ്റും മിനിമം ലീഡും നമ്മുടെ ഡേറ്റാ ബുക്കിൽ പറയും, അല്ലെങ്കിൽ കേരള ബിൽഡിംഗ് റൂളിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു റേറ്റ് ആയിരിക്കും. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫൗണ്ടേഷന്റെ ട്രെഞ്ചോ അല്ലെങ്കിൽ ഡ്രെയിൻസിന്റെ ട്രെഞ്ചിനോ അപ്പോൾ വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന ലിഫ്റ്റിന്റെ ഹൈറ്റ് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണ്. 1.5 മീറ്റേഴ്സ്. വെർട്ടിക്കലി അപ്വേർഡ് മൂവ് ചെയ്യുന്ന ലിഫ്റ്റ് 1.5 മീറ്റേഴ്സ് ആണ്. ഇനി 1.5 മീറ്ററിൽ കൂടുവാണെങ്കിൽ, ഇപ്പോൾ 1.6 മീറ്റേഴ്സ് ഒക്കെ ആകുവാണെങ്കിൽ നമ്മൾ ഓരോ മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത്ര റേറ്റ്, ഇത്ര കോസ്റ്റ് എക്സ്ട്രാ കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര രൂപ നമ്മൾ വർക്കേഴ്സിന് എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, ട്രെഞ്ച്, ഡ്രെയിൻ എക്സെട്ര, ലീഡ്, ഓർഡിനറി, സ്പെസിഫൈഡ്, ലിഫ്റ്റ്, ഓർഡിനറിലി, സ്പെസിഫൈഡ് ഈസ്. അപ്പോൾ നമ്മൾ കേരള ബിൽഡിംഗ് റൂൾസ് ഒക്കെ അനുസരിച്ചിട്ടുള്ള ലിഫ്റ്റ് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണ്. ഈ 1.5 മീറ്ററിൽ കൂടുവാണെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും വർക്കേഴ്സിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, while specifying earthwork for foundation, trench, drain, etc., lead is taken as. ലീഡ് എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞു, ലീഡ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതിനാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് 50 മീറ്റേഴ്സ്. അപ്പോൾ ഈ രണ്ട് ആൻസേഴ്സും ഓർത്തിരിക്കുക. ഞാനത് തിയറി വെച്ച് പറയാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വെച്ച് പറഞ്ഞാണ് ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ തിയറി പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ആ ലീഡും ലിഫ്റ്റും എന്താണെന്നോ വാല്യൂ പെട്ടെന്ന് ഓർത്തിരിക്കില്ല, കേട്ടാൽ ഇരുന്ന് പോകും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ തന്നത്. അപ്പോൾ ലീഡ് എന്ന് വെച്ചാൽ വെർട്ടിക്കലി അപ്വേർഡ് ആണ്, അതിന്റെ വാല്യൂ 1.5 മീറ്റേഴ്സ്. ലീഡ് അല്ല, ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതാണ് ലിഫ്റ്റ് 1.5 മീറ്റേഴ്സ് ലിഫ്റ്റ്. ഇനി ഹൊറിസോണ്ടലി പോകുന്നതാണ് ലീഡ് 50 മീറ്റേഴ്സ്. ലീഡ് 50 മീറ്റേഴ്സ്. ഇനി നമ്മൾ ലീഡ് മിനിമം നമ്മൾ 1 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യാവുള്ളൂ, ഈ ട്രെഞ്ചിൽ നിന്ന് എടുക്കുന്ന സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുള്ളൂ. അതും ഓർത്തിരിക്കുക, മിനിമം 1 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് യൂഷ്വലി ചോദിക്കുന്നതാണ്. ഇൻ അനാലിസിസ് ഓഫ് റേറ്റ്, കോൺട്രാക്ടർ പ്രോഫിറ്റ് ഈസ് ടേക്കൺ at the rate of 1, 5, 10, 20, and answer is 10%. അപ്പോൾ ഇത് കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ 10% കോൺട്രാക്ടർക്കുള്ള പ്രോഫിറ്റ് ആയിരിക്കും. 10% കോൺട്രാക്ടർ പ്രോഫിറ്റ് ആണ്. ഇത് ഓർത്തിരിക്കുക. ഇനി CPWDയുടെ റേറ്റ് അനുസരിച്ച്, സെൻട്രൽ PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് DSR, സെൻട്രൽ PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് അല്ലെങ്കിൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് അനുസരിച്ച് കോൺട്രാക്ടറിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15% ആണ്. കോൺട്രാക്ടർ പ്രോഫിറ്റ് പ്ലസ് ഓവർഹെഡ് ചാർജ് എന്ന് പറയുന്ന എമൗണ്ട് 15% ആണ്. ഇപ്പോൾ നമ്മൾ കേരള PSCക്ക് കേരള ബിൽഡിംഗ് റൂൾ വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. So 7th question, the thickness of plastering to masonry wall is usually. ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് യൂഷ്വലി എത്ര ആയിരിക്കും,
12 mm thickness ആയിരിക്കും. Thickness of plastering to masonry wall is 12 mm. സോ ഇത് തെറ്റിപ്പോകരുത്. നമ്മൾ ചിലപ്പോൾ ഈ MM പകരം മീറ്റർ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓപ്ഷൻ തരുന്നത്. 12 മീറ്റർ, 12 സെൻറ്റിമീറ്റർ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഓപ്ഷൻസ് തരും. അപ്പോൾ എല്ലാം 12 ആണെന്നും പറഞ്ഞ് ഏത് ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ ഓപ്ഷൻസ് പഠിക്കുമ്പോൾ ശരിക്കും തന്നെ പഠിക്കുക 12 millimeters. നന്നായിട്ട് അറിയുന്ന ആൻസർ ആയിരിക്കും നമ്മൾ എക്സാംസിന് എപ്പോഴും തെറ്റിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ് ഈസ് യൂഷ്വലി. സോ ഇത് പറയണമെങ്കിൽ കണ്ടിൻജൻസീസ് എന്താണെന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. കണ്ടിൻജൻസീസ് എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ എത്ര രൂപ ചിലവാകുമെന്ന് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു വർക്കുണ്ട്, സോ ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ചിലവാകും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വർക്കിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. The estimated cost of non-unknown is referred by a cost estimator as cost contingencies. So ഇത് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടാകും, പക്ഷെ ആ വർക്കിന് എത്ര രൂപ ചിലവാകും എന്ന് നമുക്ക് നേരത്തെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വർക്കാണ് കണ്ടിൻജൻസീസ്. ആൻഡ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ 3 to 5% ആണ് കണ്ടിൻജൻസീസ് പറയുന്നത്. 3 to 5%. So അടുത്ത ക്വസ്റ്റ്യൻ, the minimum grade of concrete used for RCC work shall be. ഇപ്പോൾ കോൺക്രീറ്റിംഗ് വർക്കിന് RCC വർക്കിനുള്ള മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M10, 15, 20, 30. ഇപ്പം മിനിമം ഗ്രേഡ് വേണ്ടത് M20 ഗ്രേഡ് കോൺക്രീറ്റിംഗ് ആണ് വേണ്ടത്. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ RCC വർക്ക്സ്. അപ്പോൾ ഇത് സ്പെസിഫിക്കേഷൻസിന് നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഇല്ലേ, സ്പെസിഫിക്കേഷൻസിനകത്ത് വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിംഗ് ഫോർ RCC വർക്ക് M20 ഗ്രേഡ് കോൺക്രീറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം സൈസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ RCC കോളം. റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ RCC കോളത്തിന്റെ സൈസ് 12 mm. മിനിമം സൈസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ RCC കോളം 12 mm. അപ്പോൾ ഇത് ആൻസർ ഓർത്തിരിക്കുക. ഇതും നമ്മൾ സ്പെസിഫിക്കേഷൻസിനകത്ത് വരുന്നതാണ്. റീഇൻഫോഴ്സ്മെന്റ് ബാർസിന്റെ മിനിമം സൈസ് RCC കോളത്തിൽ 12 mm ബാർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫോർ DPC ഡാം പ്രൂഫ് കോഴ്സ് ദ പ്രപ്പോർഷൻ ഓഫ് സിമെന്റ് മോട്ടാർ ഈസ്. പ്രപ്പോർഷൻ ഓഫ് സിമെന്റ് മോട്ടാർ നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 1:3, ഓപ്ഷൻ B 1:4, ഓപ്ഷൻ C 1:6 ആൻഡ് ഓപ്ഷൻ D 1:2. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ D 1:2. അപ്പോൾ സിമെന്റ് മോട്ടാർ ഡാം പ്രൂഫ് കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സിമെന്റ് മോട്ടാർ 1:2. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. If D is the diameter of mild steel or tough steel bar in mm, the standard weight in kilogram per meter of the bar is. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ആ റീഇൻഫോഴ്സ്മെന്റിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ 1 മീറ്റർ ലെങ്തിൽ ഈ സ്റ്റീൽ ബാറിന്റെ വെയിറ്റ് എത്രയാണ്? അതാണ് ഈ കൊടുത്തിരിക്കുന്ന കിലോഗ്രാം പെർ മീറ്റർ. വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാർ ഉണ്ട്. ആ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ നീളമാണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്ര? അതാണ് കിലോഗ്രാം പെർ മീറ്റർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് d² ഡിവൈഡഡ് ബൈ 162. അപ്പോൾ d² ഡിവൈഡഡ് ബൈ 162 എന്നാണ് അതിൻ്റെ വാല്യൂ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക? d² ബൈ 160. പക്ഷേ d² ഉള്ള 2 ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും d² കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ 1/162 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? 0.00618 d². ഇതാണ് ആൻസർ. അപ്പോൾ നമുക്കൊരു റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ വെയിറ്റ്, 1 മീറ്ററിന്റെ വെയിറ്റ് എത്ര, കിലോഗ്രാം പെർ മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി.
0.1168 d square അല്ലെങ്കിൽ d square divided by 162 ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ weight per meter കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു യൂണിവേഴ്സിറ്റി അല്ല PSC ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ LSDD. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ, ദ വെയിറ്റ് ഓഫ് 12 mm റൗണ്ട് സ്റ്റീൽ ബാർ ഇൻ കിലോഗ്രാം പെർ മീറ്റർ. അപ്പോൾ നേരത്തെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. ഡി സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ എന്താ? 12 into 12 ഡിവൈഡഡ് ബൈ 162. അപ്പോൾ 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.888 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ബി 0.89. അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസിനകത്ത് വരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയറിങ് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ലൈം ഇസ് കോമൺലി യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്? സോ വൈറ്റ് വാഷിംഗ് മാത്രമല്ല, ലൈം കോൺക്രീറ്റിങ്ങും അതേ കണക്ക് ലൈം ടെറസിങ്ങും റൂഫ് ടെറസിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരേ ലൈം തന്നെയാണ് ഫാറ്റ് ലൈം. അപ്പോൾ ഫാറ്റ് ലൈം ആണ് വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ റൂഫിങ്ങിന് യൂസ് ചെയ്യുന്നത്. റൂഫിംഗ് എന്ന് പറയുമ്പോൾ ലൈം കോൺക്രീറ്റിന് റൂഫ് ടെറസിങ്ങും ലൈം കോൺക്രീറ്റിംഗ് ഫൗണ്ടേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈം ഫാറ്റ് ലൈം ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫാറ്റ് ലൈം ആണ് വൈറ്റ് വാഷിംഗ്. അതേ കണക്ക് തന്നെ ലൈം കോൺക്രീറ്റിംഗ് ഇൻ ഫൗണ്ടേഷൻ, ലൈം കോൺക്രീറ്റിംഗ് ഇൻ റൂഫ് ടെറസിങ്, ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറ്റ് ലൈം ആണ്. ഫാറ്റ് ലൈം എന്ന് പറയുമ്പോൾ ഹൈ കാൽഷ്യം ലൈം ആണ്. ഹൈ കാൽഷ്യം ലൈം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റ് വാഷിങ്ങിനും ലൈം കോൺക്രീറ്റിംഗ് ഇൻ ഫൗണ്ടേഷനും ലൈം കോൺക്രീറ്റിംഗ് ഇൻ റൂഫ് ടെറസിങ്ങിനും ഒക്കെ അത് യൂസ് ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ സ്റ്റോൺ മേസണറി ആൻഡ് ബ്രിക്ക് മേസണറി, നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിങ്സ് അപ് ടു 0.1 meter square, 0.1 decimeter square, 0.1 mm, 0.1 centimeter square. അപ്പോൾ no deduction is made for opening up to 0.1 meter square. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, no deduction is made for opening up to 0.1 meter square. ബ്രിക്ക് മേസണറിയിലും സ്റ്റോൺ മേസണറിയിലും ഓപ്പണിങ്ങിൻ്റെ ഏരിയ 0.1 meter square ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഡിഡക്ഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫുൾ ലെങ്ത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ആ ഫുൾ ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ കാൽക്കുലേറ്റിംഗ് ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ, length of one hook may be taken as where d is the diameter of bar. ഇവിടെ ഹൂക്ക് ഏതാന്ന് പറയുന്നില്ല. സർക്കുലർ ഹൂക്ക് ആണോ അതോ സർക്കുലർ ഹൂക്ക് ആണോ റെക്ടാങ്കുലർ ഹൂക്ക് ആണോ എന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്ന ഓപ്ഷനിൽ എന്തുണ്ട്? സർക്കുലർ ഹൂക്കിന്റെ ഓപ്ഷൻ ഉണ്ട്, 9D. സോ ഗോയിങ് ഫോർ ഓപ്ഷൻ സി, 9D. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയോ. ഫോർ കാൽക്കുലേറ്റിംഗ് ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ, length of one hook may be taken as where d is the diameter of bar. അപ്പോൾ സ്റ്റീലിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹൂക്കിന്റെ ലെങ്ത്, സർക്കുലർ ഹൂക്കിന്റെ ലെങ്ത് ആണ് 9D. ഇനി അതേപോലെ സർക്കുലർ ഹൂക്ക്, ഇപ്പോൾ ഇവിടെ റെക്ടാങ്കുലർ ഹൂക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല. റെക്ടാങ്കുലർ ഹൂക്ക് ആയിരുന്നെങ്കിൽ ആൻസർ 6 times diameter ആയിരുന്നു. 6 times diameter. അടുത്ത ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് 1 m³ ഓഫ് സ്റ്റീൽ. സോ 1 m³ സ്റ്റീലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7850 kilograms ആണ്. വെയിറ്റ് ഓഫ് 1 m³ ഓഫ് സ്റ്റീൽ നമുക്ക് 7850, 7580, 8750 എല്ലാം ഒരേ കണക്കിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. വെയിറ്റ് ഓഫ് 1 m³ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 7850 kilograms ആണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റീലിൻ്റെയും അതേ കണക്കിന് RCCയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് വേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. So next question, the percentage of mortar usually required for brick masonry is 12%, 25%, 33% and 10%.
And answer is 33%. So percentage of mortar required for brick masonry, 33% of mortar. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ എന്നാലും ഒന്നും കൂടി നോക്കാം. യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബിലാണ്. അത് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബിലാണ്. 10 മീറ്റർ ക്യൂബാണ് യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് ഐറ്റംസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡീറ്റെയിൽസ് പഠിക്കണം. ഇത് PSC എക്സാംസിന് ചോദിച്ചതാണ്. ഇതേ കണക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. RCC വർക്ക് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത് 10 DM ക്യൂബിലായിരിക്കും. RCC വർക്ക് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത് 10 DM. ഇനി നെക്സ്റ്റ് വുഡൻ വർക്ക് ഫോർ ഫ്രെയിം ആണെങ്കിൽ അത് 10 DM ക്യൂബ്. വുഡൻ വർക്ക് ഫോർ ഫ്രെയിമും 10 DM ക്യൂബ്. നമ്മൾ മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 10 ഡെസിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് ഡെസിമീറ്റർ. ഇനി വുഡൻ വർക്ക് ഫോർ ഫ്രെയിം ആണെങ്കിൽ 10 DM ക്യൂബ് അല്ലെങ്കിൽ 10 ക്യൂബിക് ഡെസിമീറ്റർ. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് PSCക്ക് ഓപ്ഷൻസ് വരുന്നത്. അല്ലാണ്ട് വെറുതെ മീറ്റർ ക്യൂബ് എന്നും പറഞ്ഞ ഓപ്ഷൻസ് വരുന്നത് കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിക്കുക. ഇത് ഡ്രാഫ്റ്റ്സ്മാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 65/2016. അവിടെ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷന് വെറും മീറ്റർ ക്യൂബ് എന്നല്ല കൊടുത്തത്, 10 മീറ്റർ ക്യൂബ് എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം അങ്ങനെ തന്നെ പഠിക്കണം. അപ്പോൾ RCC വർക്ക് ആണെങ്കിൽ 10 DM ക്യൂബ്, വുഡ് വർക്ക് ഫോർ ഫ്രെയിം ആണെങ്കിൽ 10 DM ക്യൂബ്, വുഡൻ വർക്ക് ഫോർ ഷട്ടേഴ്സ് ആണെങ്കിൽ 10 DM സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടേഴ്സ് ആണെങ്കിൽ എന്തെടുക്കില്ല, തിക്നെസ് കൺസിഡർ ചെയ്യില്ല. പിന്നെ സ്റ്റോൺ മേസണറി, ബ്രിക്ക് മേസണറി, ലാറ്ററൈറ്റ് മേസണറി, പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് അതെല്ലാം മീറ്റർ ക്യൂബിൽ തന്നെയാണ്. പിന്നെ പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ്, പെയിന്റിംഗ്, ഫ്ലോറിംഗ്, റോഡ് വർക്ക് 10 മീറ്റർ സ്ക്വയർ. 10 മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ എന്നല്ല, 10 മീറ്റർ സ്ക്വയർ ആണ് ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് കിൻഡലിലാണ്. 100 kilograms ആണ് ഒരു കിൻഡൽ. റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി കിൻഡലിലാണ്, 100 kilograms ആണ് ഒരു കിൻഡൽ. ഇനി സിമെന്റിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടെൻസിലായിരിക്കും. 100 kilogram ആണ് ഒരു ടെൻ എന്ന് വെച്ചാൽ. ഇനി ബ്രിക്സ് നമ്മൾ പറയുക per 1000 numbers ആണ് പറയുക. ബ്രിക്സ് പറയുന്നത് per 1000 numbers. ഇനി ഹോളോ ബ്രിക്സോ ലാറ്ററൈറ്റോ ആണെങ്കിൽ per 100 numbers. ഹോളോ ബ്രിക്സോ ലാറ്ററൈറ്റ് ആണെങ്കിൽ per 100 numbers. ഇനി വൈറ്റ് സിമെന്റ് ആണെങ്കിൽ കിലോഗ്രാംസ്. വൈറ്റ് സിമെന്റ് കിലോഗ്രാംസിൽ. So next question, while mixing cement mortar by volume, the volume of a cement bag is specified as. So നമുക്കറിയാം ഒരു ബാഗ് എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ്. ഒരു ബാഗ് എന്ന് വെച്ചാൽ 50 kilograms ആണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് കിലോഗ്രാമിലല്ല, the volume of a bag of cement is specified as. അപ്പോൾ അത് എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര m³ എന്നാണ് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബാഗ് ഓഫ് സിമെന്റ് എന്ന് വെച്ചാൽ 35 liters ആണ്. 35 liters. ഓപ്ഷൻ ബി 35 liters. അല്ലെങ്കിൽ നമുക്ക് പറയാം 0.035 m³. 0.035 meter ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ബാഗ് ഓഫ് സിമെന്റ് എന്ന് വെച്ചാൽ 50 kilogram അല്ലെങ്കിൽ വോളിയം പറയുകയാണെങ്കിൽ 30 liters അല്ലെങ്കിൽ 0.035 meter ക്യൂബ്. ഈ ഓപ്ഷൻ അതോടെ 0 കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു. 0.035 meter cube. So next question, generally the unit of measurement for partition wall is. നേരത്തെ അത് പഠിപ്പിക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന ഓപ്ഷൻ തന്നെ ക്യൂബിക് മീറ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇതേ ഓർഡറിൽ തന്നെയാണ് ഓപ്ഷൻസ് ചോദിച്ചിരുന്നത് എക്സാമിന്. അപ്പോൾ ജനറലി ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് പാർട്ടീഷൻ വാൾ ക്യൂബിക് മീറ്റേഴ്സ്, സ്ക്വയർ മീറ്റർ, റണ്ണിങ് മീറ്റേഴ്സ് ആൻഡ് നമ്പർ. അപ്പോൾ പാർട്ടീഷൻ വാൾ ആണെങ്കിൽ എന്തായിരിക്കും, സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് പറയുന്നത്. ക്വാണ്ടിറ്റി എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസും ബാക്കി PSC എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു.